ലോകത്തിലേക്ക്. സുന്ദരമായ ലോകം, 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യർ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവെട്ടി 150 കോടിയിലേക്ക് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അമേരിക്ക കുഴങ്ങുന്നു, കാനഡയിൽ കത്തിക്കുത്ത് നടക്കുന്നു, വിദേശ രാജ്യങ്ങൾ സാമ്പത്തികമാദ്യം നടക്കുന്നു, റഷ്യ ഉക്രൈൻ ഒരിടത്ത് നടക്കുന്നു, ഇസ്രയേൽ ഗാസ മറ്റൊരിടത്ത് നടക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങൾ കലിതുള്ളുന്നു. കൊടുങ്കാറ്റുകൾ, പേമാരി, ഭൂകമ്പം പടപടാ വരുന്നു. വളരെ സുരക്ഷിതയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിന് നേരെയും കഴിഞ്ഞ പകലിൽ പുകക്കുറ്റി ആക്രമണം വന്നു. സ്വസ്ഥതയും സമാധാനവുമില്ലാത്തൊരു കാലം ലോകത്തിൽ. അതിൻ്റെ നടുവിലെങ്കിലും അല്പം ആശ്വാസത്തോടെ കിടന്നുറങ്ങുന്നത് കർത്താവിനെ ഉയർത്തുന്ന ദൈവമക്കൾ. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 2019 ഒക്ടോബർ മാസം വുഹാനിൽ നിന്ന് ഒരു വൈറസ് ലോകത്തിൽ ഇറങ്ങി. അതൊരു അന്ത്യകാലത്തിൻ്റെ നിവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മത്തായി 24:21 ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. അതിൻ്റെ നിവൃത്തിയായി ഈ ഉലകത്തിൽ അന്ത്യദിനത്തിൻ്റെ ചാലുകളിലേക്ക് ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പുകൾ, ഒരു പ്ലെയിൻ യാത്രയാകുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പുകൾ പോലെ കോവിഡിൻ്റെ മറവിൽ അന്ത്യകാല സംഭവങ്ങൾ നിറവേറുന്നു. 2 വാക്യം തൊട്ട് റോമാലേഖനത്തിലേക്ക്. 2023 കാവല്ലൂരും പെരുങ്കടവിള്ളയും ആലത്തൂരും കണ്ട കാര്യങ്ങൾ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്, 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനിലേക്ക് ഇന്ത്യ ഒരു റോക്കറ്റിന് വിട്ടു. ആ റോക്കറ്റിൽ 36 ഉപഗ്രഹവും. മംഗൾയാൻ ആ ചന്ദ്രയാനിലേക്ക് പോയി. ചന്ദ്രൻ്റെ പടം ഇന്ന് രാത്രി വിക്രം ലാൻഡർ വഴി ഇന്ത്യയുടെ ISROയ്ക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ സംഭവമായി 15 കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യനിലേക്ക് പഠിക്കുവാൻ ഗഗൻയാൻ ഒരു ഉപഗ്രഹത്തെ വിട്ടു. ഇടയ്ക്ക് 110 കിലോമീറ്റർ ശൂന്യാകാശത്തിൽ ലാൻഡ് ചെയ്തുകൊണ്ട് അവനും പടമയക്കുന്നു. മൂന്നാമത്തെ കാര്യമായി, ഏറ്റവും നിർണായകമായി, ഇവിടുത്തെ സ്കൂളുകളിൽ മാരായമുട്ടത്തും കീഴാറൂർ സ്കൂളുകളിൽ സയൻസ് ടീച്ചേഴ്സിൻ്റെ എല്ലാം ടാബിലും മൊബൈലിലും വന്നു കഴിഞ്ഞു. മനുഷ്യൻ ചൊവ്വയിലേക്ക്. ആ പരിപാടിയുടെ പേര് ഇന്ത്യ ഗവൺമെൻറ് ഇട്ട് മാർസ് 1. 5.25 കോടി കിലോമീറ്റർ കത്തിപ്പഴിക്കുന്ന ചൊവ്വയിൽ മനുഷ്യൻ യാത്രയാകുന്നു. ഇന്ത്യക്കാർ അതിനകത്ത് മലയാളികളിൽ ലേഖയും ശ്രദ്ധയും. പാലക്കാട്ടിൽ നിന്നും പൂജപ്പുരക്കാരൻ രാകേഷും റഷ്യയിലെ ബൈക്കന്നൂരിൽ മധ്യാകാശത്തിൽ ചാടുന്നതിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ റഷ്യയിലെ ബൈക്കന്നൂരിൽ എടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ISROയുടെ ബാംഗ്ലൂർ ക്വാർട്ടേഴ്സിൽ ചെന്നു. ശാസ്ത്രജ്ഞന്മാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ശൂന്യാകാശത്തൊരു ബേസ് സ്റ്റേഷൻ വേണം. കന്യാകുമാരി കളിക്കാവുള്ള റോഡിൽ നല്ലൊരു തട്ടുകട തുടങ്ങുന്നത് പോലെ ശൂന്യാകാശത്ത് ബേസ് സ്റ്റേഷൻ വേണമെന്ന്. കാലം തീരാറായി, കാന്തൻ വരാറായി. ബൈബിളിൻ്റെ പ്രവചനങ്ങൾ ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്ത് പശ്ചിമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. 2024 ലോകം കാണാൻ പോകുന്നു വൻ സുനാമി. അടുത്തത് രണ്ടാമത്തെ സംഭവം. കോവിഡ് കുറേയൊക്കെ വിട്ടൊഴിഞ്ഞു. 450 കേസ് മാത്രം ഇന്ത്യയിൽ. കേരളത്തിലും 200-ലധികം കേസുകളുണ്ടെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഇപ്പോഴും കോവിഡുള്ളത് സ്പെയിനില്ല. അവിടെ 8ാമത്തെ വകഭേദം ഇഗ്നിസ്. പക്ഷേ നിരത്തുകൾ വാഹനങ്ങൾ കൊണ്ട് നിറയുന്നു. ഒരു കാലത്ത് ഈ ഇന്ത്യയിലെ തന്നെ വാഹനങ്ങളോടുന്ന വലിയൊരു റോഡാണ് തിരുവനന്തപുരം കളിയിക്കാവുള്ള നാഗർകോവിൽ. ഞാൻ പല പ്രസംഗത്തിലും പറയാറുണ്ട്, ഇതിൻ്റെ ഏത് പട്ടണത്തിൽ പോയാലും ചില സമയം ബസ് കിട്ടണേ 1.5 മണിക്കൂർ എടുക്കും രാത്രിയിൽ. പക്ഷേ മാന്യമായി ബസ് ഓടുന്നൊരു സ്ഥലം തിരുവനന്തപുരം നാഗർകോവില. 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. സ്തോത്രം. ഒരു കാലത്ത് 4 ബൈക്കുകളോ 2 കാറുകളോ ഒക്കെ ആയിരുന്നു ആ നിരത്തിൽ. ഇന്ന് നിങ്ങൾ നെയ്യാറ്റിൻകരയിലോ പാറശാല SP ഇടപെടോ അല്ലെങ്കിൽ കളിയിക്കാവിളോ നിന്ന് കഴിഞ്ഞാൽ റോഡ് രാത്രി ക്രോസ് ചെയ്യണമെങ്കിൽ പാടാം. എന്തുമാത്രം വണ്ടികൾ പോകുന്നു, മനുഷ്യരെങ്ങോട്ടെന്നറിയത്തില്ല. അപ്പോൾ തന്നെ നിരത്തുകളിനകത്ത് വാഹനങ്ങൾ. പണ്ട് തമ്പാനൂരിൽ ട്രെയിൻ പോയി കഴിയുമ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മറ്റൊരു ട്രെയിൻ വരുന്നത്. ആ സമയത്ത് സഹോദരി പാളത്തിൽ വെള്ളമൊഴിക്കും. ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയെല്ലുണ്ട്, ജോയിൻ്റ് എല്ലാം ഇങ്ങനെ കപ്ലിംഗ് എല്ലാം അടിച്ച് ശരിയാക്കും. അരമണിക്കൂർ കഴിഞ്ഞ് അമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. സ്തോത്രം. ഇന്ന് പാളത്തിൽ കൊടുങ്ങ മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം പോകുമ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് അടുത്തവൻ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ
കൂകു കൂകു തീവണ്ടി, കൂകുപ്പായും തീവണ്ടി. ഒരുത്തൻ്റെ സിഗ്നൽ പോകുമ്പോൾ അടുത്തവൻ കയറി നിൽക്കുക പോകാനായിട്ട്. വന്ദേ ഭാരത്, തുരന്തോ എക്സ്പ്രസ്, ബുള്ളറ്റ് ട്രെയിൻ ഇതെല്ലാം നിരത്തിനെ കീഴടക്കുന്നു. അതിവേഗ ബസ്സുകൾ തിരുവനന്തപുരത്ത് നിന്ന് 5 സ്റ്റോപ്പ് വിട്ടാൽ കോഴിക്കോടെത്തുന്ന മിന്നൽ ബസ് 5 സ്റ്റോപ്പുകൾ മാത്രം നിരത്തിനകത്ത്. ഒരു കാലത്ത് ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ശംഖുമുഖം രാത്രിയിൽ 6 വിമാനം മാത്രം അന്താരാഷ്ട്ര വിമാനം, ബാക്കിയെല്ലാം പകല് പക്ഷികൾ കറങ്ങിക്കൊണ്ടിരുന്ന. ഇന്ന് 2ാം ടെർമിനൽ അനന്തപുരിയുടെ അവിടെ കാണുന്നില്ല, ചാക്കയുടെ ടെർമിനൽ ഒരു രാത്രി 26 വിമാനം ഇറങ്ങുന്നു. 10,000-ൽ പരം യാത്രക്കാർ ഒറ്റ രാത്രി. മനുഷ്യൻ എവിടേക്ക്? അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ എയർപോർട്ടാണ് അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. ഒരു 4 റൺവേ, അതിൽ ഒരു 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനം അമേരിക്കയുടെ മണ്ണിൽ ഒറ്റ ദിവസം പറന്നു കയറുന്നു. നിരത്തിൽ വാഹനങ്ങളുടെ പ്രളയം. ട്രെയിനുകൾ മിനിറ്റ് കണക്കിന്, ബസ്സുകൾ അതിവേഗത്തിൽ പായുന്നു. അതുപോലെ വന്ദേ ഭാരതും തുരന്തോ എക്സ്പ്രസും ട്രെയിൻ പാളം കീഴടക്കുന്നു. ആകാശത്തിൽ എപ്പോഴും നോക്കിയാൽ വിമാനത്തിൻ്റെ മുരൾച്ചകൾ. കർത്താവിൻ്റെ വരവടുത്തുവോ? നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടി ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ അത് പാഞ്ഞു പോകുന്നു. ഒരു രാത്രി കൂടി. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ദൈവമക്കളെ, കോവിഡിൻ്റെ മറവിൽ ഇതെല്ലാം കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഈ രാത്രി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടസി ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വചനപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾ കാവല്ലൂർ ദൈവസഭയുടെ കൺവെൻഷന്റെ 1ാമത് രാത്രി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കാവല്ലൂരിലെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഏവർക്കും തുറക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇതായിരിക്കും നമ്മുടെ കൺവെൻഷൻ തീം. 1, അവരുടെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ. 2, അവരെ ലോകം അംഗീകരിച്ചു, ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ. 3, മരിച്ചവർ ഉയർക്കും. ഇതാണ് 4 ദിവസവും നമ്മുടെ പ്രഭാഷണത്തിൻ്റെ തീം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകമല്ല, ഏറ്റവും ആധുനികമായ ഇപ്പോഴത്തെ ലോക സംഭവങ്ങളും ഇസ്രായേലിൻ്റെ 3 മടങ്ങി വരവുകൾ. അതായിരിക്കും അന്തിമ യുദ്ധത്തിലേക്ക് ലോകത്തിൻ്റെ ചാലുകൾ. അതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന്. അത്ര എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുക. ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കാവല്ലൂരുള്ളവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. സ്തോത്രം. ദൈവ കുഞ്ഞുങ്ങൾ പാടിയിട്ടും നമ്മൾ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ ഇരിക്കുക. സ്തോത്രം. ഇവിടെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടും വലിയ സന്തോഷമൊന്നുമില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, 2023 ജനുവരി കണ്ടവർ ഈ ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച കാണാതെ ഇരിക്കുമ്പോൾ അനവധി 40 വയസ്സുകാർ. എൻ്റെ ലിസ്റ്റ് എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി. ഈ വർഷം ഏറ്റവും കൂടുതൽ മരിച്ചത് 40 വയസ്സും 45 വയസ്സിനോടൊക്കെയുള്ള ചെറുപ്പക്കാർ. 100 കണക്കിന് തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യത്തും കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിഷ്യൻ്റെ കുറിപ്പല്ല. ഇന്ന് രാത്രി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ICU കിടന്നപ്പോൾ കയറിയ ട്രിപ്പല്ല. ഒരുപക്ഷെ നിന്റെ ശരീരത്തിനകത്ത് കയറിയ ആൻറ്റിബയോട്ടിക് അല്ല, അതിനും അപ്പുറത്ത് നിന്നെ കരം പിടിച്ച് നടത്തിയവൻ്റെ ദയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തുതിക്കുവാൻ കഴിയും? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച്
2021 ഡിസംബറിന്റെ അവസാന ദിവസങ്ങളിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ എന്നെ കൊണ്ടുവന്ന മഹാദൈവത്തിന് കോടാനുകോടി സ്തോത്രം എന്ന് രാത്രി സ്തുതിക്കുവാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? എന്ന് രാത്രി സിസ്റ്റർ എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട്, അവിടെ വിടുതൽ നടന്നിട്ടുണ്ട്. ബ്രദർ എവിടെ ദൈവജനം മുട്ടുമടക്കിയിട്ടുണ്ട്, അവിടെ പാരമ്പര്യത്തിന്റെ മതിലുകൾ തകർന്നിട്ടുണ്ട്. എവിടെ ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പട്ടണത്തിലെ പ്രമാണിമാർ മുട്ടുമടക്കിയെങ്കിൽ ഇന്ന് രാത്രി അതരബലമെന്ന സ്തോത്രയാഗം കൺവെൻഷൻ കൂട്ടങ്ങൾ ആദ്യ രാത്രി ഇവിടെ പുറപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ബന്ധനങ്ങളെ തകർക്കുവാൻ, കെട്ടുകളെ തകർക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി കൺവെൻഷൻ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധിയല്ല ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അവിടെ വെട്ടമില്ല, വെളിച്ചമില്ല, കാല് മുതൽ തലവരെ അടിയേറ്റ പാടുകൾ, നാവ് മാത്രം സ്വതന്ത്രമായി, കാലുകൾ ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ചു വെച്ചിരുന്നു. നാട്ടുകാരും വീട്ടുകാരും വിചാരിച്ചു ഇനി പുറത്തു വരത്തില്ല. രാത്രിയുടെ യാമത്തിൽ ആ കുഞ്ഞുങ്ങൾ അതരബലമെന്ന സ്തോത്രയാകും. ഇന്ന് രാത്രി നിന്നെ പുറത്തു വിടത്തില്ലെന്ന് ദുഷ്ട പിശാച് പറയും, നീ പുറത്തു വരത്തില്ലെന്ന് കാരാഗ്രഹ പ്രമാണി പറയും. നിന്റെ അടുത്ത് ആരുമില്ലെങ്കിലും 2 പേർ ഐക്യമത്യപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ വിടുതൽ കാരാഗ്രഹത്തിനകത്ത് നടന്നു. കാലുകൾ ബന്ധിച്ച ചങ്ങലകൾ സ്വർഗം അഴിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ആരാധിക്കുവാൻ തയ്യാറായ നാളുകളായി നിന്നെ പുറത്തു വിടാതെ ദുഷ്ട പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന്റെ അമിക്കയറുകളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിതബലം പകരുന്ന രാത്രിയ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ എൻ്റെ കുടുംബത്തെ കെട്ടിയ, എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിയ, എൻ്റെ വാഗ്ദത്തെ കെട്ടിയ, എൻ്റെ ഭാവിയെ ബന്ധിച്ച ബന്ധനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ എൻ്റെ കുടുംബം പുറത്തു വരുവാൻ കാരാഗ്രഹത്തിനകത്തിറങ്ങിയ ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. 2 ദൈവജനം ആരാധിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിവാനിടയായി തീർന്നു. കഴിഞ്ഞ നാളുകളായി പാരമ്പര്യത്തിന്റെ ബന്ധനത്തിനകത്ത് ഫറവോന്റെ അടിമത്തത്തിൽ കടന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരിക്കുന്ന ദേശത്തെ വാഴുന്ന അന്ധകാര ശക്തിയുടെ മതിലുകൾ ഈ ദിവസങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുന്ന ദിനമായി മാറട്ടെ. മൂന്നാമത്തത്, ആരവരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചുവോ, കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. 57ാമത് കാവല്ലൂർ ദൈവസഭ കൺവെൻഷനിൽ ആദ്യ രാത്രി ഞങ്ങൾ ദേശത്തോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പരദേശയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞ പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ 4 ദിനം ഹല്ലേലൂയ ഇവിടെ വചനം മുഴങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില തകർന്ന ജീവിതങ്ങൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുക. പാപത്തിന്റെ തിന്മകൾ മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ദേശത്ത് 4 ദിവസം മുഴങ്ങുമ്പോൾ ചിലരുടെ കരങ്ങൾ കാൽവറിയിലേക്ക് നോക്കി ഉയർത്തപ്പെടുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാത്തുകൊള്ളണമേ. ദേശത്തിന് മഴ ആവശ്യമെങ്കിൽ അപ്പച്ച 6 മുതൽ 10 വരെ 4 കിലോമീറ്റർ ചുറ്റളവിനകത്ത് യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അലിയാലോലും ഗിബിയോനിലും നിർത്തി അത്ഭുതം ചെയ്ത കർത്താവ് ഞങ്ങളുടെ കൺവെൻഷന് വേണ്ടി അങ്ങയുടെ ദിവ്യകരം നീട്ടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക് കുഞ്ഞുങ്ങളെല്ലാം വിടുതലോടെ കടത്തിവിടും. മഹത്വം പുകഴ്ച അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. മൊത്തമായി പുതിയ നിയമത്തിൽ 260 പരം അധ്യായങ്ങൾ, 8000 വാക്കുകൾ പ്രവചനങ്ങളും 8400 പരം വാക്കുകൾ വാഗ്ദത്തങ്ങളും നിറഞ്ഞിരിക്കുന്ന ബൈബിൾ. പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ തലങ്ങൾ മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശു ക്രിസ്തുവിനെ പറ്റി വരച്ചു കാട്ടുന്ന സുവിശേഷത്തിന്റെ ധ്വനികൾ മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും അതിനകത്ത് രേഖപ്പെടുത്തുന്നു. രണ്ടാം തലം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ തിരുസഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവർത്തികൾ. മൂന്നാം ലേഖനമായി ഇന്ന് രാത്രി നാം തൊട്ടുവച്ചത്. ആ ലേഖനമാ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ധന്യനായ പൗലോസ് ലേഖ ധന്യൻ ചൊല്ലി എഴുതിയത്. വിശ്വാസീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അതിനാസ്പദമായി AD 57 കാലഘട്ടത്തിൽ പൗലോസിനാൽ എഴുതപ്പെടുന്നത് റോമാലേഖനം. 456 പരം വാക്യങ്ങൾ, 17 അധ്യായങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ഏറ്റവും നിർണായകമായ 11ാമത്തെ അധ്യായമാണ്. 8 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ മകനീയമായ വർണ്ണനകൾ. 8ാം അധ്യായം വരുമ്പോൾ ശക്തമായി പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർതിരിക്കും? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ. 9ാം അധ്യായം വരുമ്പോൾ ആഗോള വ്യാപകമായി ഇസ്രയേൽ ചിതറുമെന്ന് ധന്യനായ പൗലോസ് ലീഗ. 10ാം അധ്യായം വരുമ്പോൾ രക്ഷയുടെ മാർഗത്തെ പറ്റി വീണ്ടും പൗലോസ് ലീഗ 10ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ടവൻ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ ചേർക്കുവാൻ കാന്തൻ എപ്പോൾ മധ്യാകാശത്തിൽ വരും? അതിനുവേണ്ടി പൗലോസ് ധന്യൻ ചൊല്ലി എഴുതി, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്തെന്ന് പറയുക. ഇന്ന് രാത്രി കറക്റ്റായ വചനമായിരിക്കും. AD 30 ഏപ്രിൽ മാസം കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ നാഥൻ പരമയാഗമായി. അതിനുശേഷം റോമിന്റെ പടയാളികളുടെ പരമ്പരയ്ക്കകത്ത് കൈസർമാർ കൊടുത്ത ക്രൂരമായ ശിക്ഷാവിധികൾ. അന്നത്തെ ഗവർണറായിരുന്ന റോമിന്റെ ഗവർണർ പീലാത്തോസ്, ഹേരോദാവ് എന്ന് പറയുന്ന ഏദോമിന്റെ ഗവർണറും കാലത്തിന്റെ യവനികയ്ക്കകത്ത് മരണം അവരെ പുൽകുമ്പോൾ പിറകാല വന്ന ഭരണാധികാരികൾ വെസ്പേഷ്യനും നീറോയും ടൈറ്റസും, കാലത്തിന്റെ യവനികയ്ക്കകത്ത് ലൗദിയോസും ക്ലൗഡിയോസും ഡൊമീഷ്യൻ വരെയുള്ള ചക്രവർത്തിമാർ ക്രൈസ്തവ മാർഗത്തെ എടുത്തുയർത്തുന്ന പലരെയും കാലപുരി കയക്കുവാൻ ശ്രമിക്കുന്നു. ആ കാലഘട്ടത്തിൽ നിറകുടമായി 37ന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തെഫാനോ. എന്താ പ്രശ്നമെന്നറിയാമോ? ശൗലെന്ന് പറയുന്ന ബെന്യാമിൻ എബ്രായൻ കപ്പൽ മുതലാളിയുടെ മകനെ ഏൽപ്പിച്ചു. ആരെ കൊല്ലുവാനെന്നറിയാമോ? സ്തെഫാനോസിനെ കൊല്ലുവാൻ. ചരിത്രത്തിന്റെ തങ്കത്താളുകളിലേക്ക് വരുമ്പോൾ ശൗലിന്റെ കല്ലേറേറ്റാര് മരിക്കപ്പെടുന്നു? സ്തെഫാനോസ്. മരണം മുൻപിൽ കാണുമ്പോഴും മുട്ടുമടക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗം തുറന്നെന്ന് തിരുവചനം. ഇന്ന് രാത്രി പറയണം, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കല്ലേറും അടിപിടിയും പോസ്റ്റഡിയിലും ഒന്നും വിഷമിക്കണ്ട. നിത്യതയുടെ കവാടങ്ങൾ തുറന്ന് ഭക്തന്മാർക്ക് പ്രതിഫലം തരുവാൻ കാന്തൻ വരുമെന്ന് സ്തെഫാനോസിന്റെ മരണം കാണിക്കുന്നു. ആ സ്തെഫാനോസിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഭക്തനായി ഒരുവനെ കൈകാര്യം ചെയ്യുവാൻ ആരാ? അനന്യാസ് എന്ന് പറയുന്ന ഉപദേശിയെ കൊല്ലുവാൻ പദ്ധതി വെക്കുന്നു. സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസിന്റെ തലസ്ഥാനമായ സിറിയയിൽ കൂടി പട്ടാപ്പകൽ മിന്നി വിളങ്ങുന്ന കുതിരയ്ക്കകത്ത് ആരാ? പടയാളികൾ കൂടെ ഉണ്ട്. ടാർഗറ്റ് ചെയ്യാൻ അനന്യാസിനെ ടാർഗറ്റ് ചെയ്യാൻ പോകുമ്പോൾ പടപട കീശയിൽ കാശും വിളിച്ചാൽ മൊബൈൽ നല്ല ബന്ധങ്ങളുമുള്ള പൗലോസ് ഇങ്ങനെ പോകുമ്പോൾ സ്വർഗത്തിന്റെ ടോർച്ച് പൗലോസിന്റെ കണ്ണുകളിലേക്ക് അടിച്ചു. കണ്ടു, കപ്പൽ മുതലാളിയുടെ മകൻ സന്നദ്ധി പത്രത്തിന്റെ സംഘവും ഇഷ്ടം പോലെ കാശും പത്രാശമുള്ളവന് ദൈവത്തിന്റെ ടോർച്ചടിയേറ്റപ്പോൾ അവൻ താഴെ വീഴുവാനിടയായി. ഇന്ന് രാത്രി നിന്റെ കീശയിൽ കാശുണ്ടെങ്കിലും കയ്യിൽ പടപട വിളിച്ചാൽ മൊബൈലിനകത്ത് പരിധിക്കപ്പുറത്ത് വലിയ ആൾക്കാരുണ്ടെങ്കിലും സഭയുടെ പ്രമാണിയായെങ്കിലും ദേശത്തിന്റെ വലിയ വ്യക്തിയായെങ്കിലും ദൈവത്തിന്റെ അടി കിട്ടിയാൽ അച്ചായ നീ താഴെ വീണും തീം തരികടതവും കിടക്കുന്നു. സ്വോത്രം. അവന്റെ കണ്ണിലെ കാഴ്ച പോയി. ഏത് വ്യക്തിയെ അടിക്കാൻ കർത്താവിൻ്റെ ഒരു വടിയുണ്ട്. സ്വോത്രം. അവന്റെ കാഴ്ച പോയപ്പോൾ ഇന്നത്തെ അച്ചായന്മാരായിരുന്ന ചൈതന്യയിൽ വാസനിൽ പോയാണ്. പക്ഷേ പൗലോസിന് കാര്യം പിടികിട്ടി. എന്താ പൗലോസിന് കാര്യം പിടികിട്ടിയത്? ഇതങ്ങനെയൊന്നും മാറത്തില്ല. നാട്ടുകാർ 108 ആംബുലൻസ് എടുത്ത് എവിടെ കൊണ്ടുപോയി? നേർവീതിയിൽ തർശോഷുകാരനായ യൂദായുടെ വീട്ടിൽ ഇപ്പം ഇരിക്കുക. 3 ദിവസം പ്രാർത്ഥിക്കുക. പട്ടാപ്പകൽ കുതിരയുമായിട്ട് വന്ന പുള്ളിക്കാർ. സ്വോത്രം. ആ സമയത്ത് സ്വർഗത്തിന്റെ കരം അനന്യാസിന് പെട്ടെന്ന് വാട്സപ്പ് അനന്യാസിനോട് പറഞ്ഞു, താണ്ട് നമ്മുടെ ശൗലെ പൗലോസ് ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നീ ചെന്ന് തലയെ കൈവച്ചിട്ട് അവൻ്റെ കണ്ണിനെ മൂടിയ ആഭരണത്തെ അങ്ങ് മാറ്റണം, അഥവാ അവന് കാഴ്ച കൊടുക്കണം. ആ സമയത്ത്
അനന്യാസ് ഞങ്ങളുടെ ഉപദേശിമാരെ സ്റ്റൈലാണ്. അനന്യാസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് സ്വല്പം സൈലൻ്റ് ആവ്. അവൻ നമ്മുടെ ചർച്ചിനെതിരെ പോസ്റ്റ് ഇട്ടതാ, എനിക്കെതിരെ ഫേസ്ബുക്കിൽ അടിച്ചതാ, കൺവെൻഷൻ നോട്ടീസ് കരിയായാലും അടിച്ചതാ. പറ്റുമെങ്കിൽ ഒരു വർഷം അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. സ്വോത്രം. ഇത് തന്നെ ഉപദേശിമാരുടെ വാക്ക് കേട്ടോ. അപ്പോൾ സ്വർഗം അനന്യാസിനോട് പറഞ്ഞു, നീ ചെന്നാൽ മതി എന്ന്. സ്തോത്രം. എന്താ അനന്യാസ് സ്വർഗത്തിൻ്റെ വാക്ക് കേട്ട് നേർവീതിയിൽ തർശോശുകാരനായ യൂദയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശൗല് കണ്ണടച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അനന്യാസ് ശൗലിൻ്റെ തലയെ കരം വെച്ചിട്ട് ഇങ്ങനെ ഒരു വാപ്പൊക്കെ പറഞ്ഞു, ശൗലയെ സഹോദര. സ്വോത്രം. 3 ദിവസം മുമ്പ് AK-47 വടിവാളുമായിട്ട് കൊല്ലാൻ വന്നവൻ്റെ തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ശൗലയെ സഹോദര. ഇതാ കാൽവറിയില്ല സ്നേഹം. പെന്തിക്കോസുകാരുടെ സ്നേഹമല്ല, പാസ്റ്റർമാരുടെ സ്നേഹമല്ല. ഞങ്ങളുടെ സ്നേഹം അറിയണമെങ്കിൽ സ്ഥലം മാറ്റം കൂടുന്ന കമ്മിറ്റി പോകണം. അപ്പം അറിയാം പാസ്റ്റർമാരുടെ സ്നേഹം. അവിടെ നിൽക്കട്ടെ. സ്വോത്രം. ആ സ്നേഹമല്ല ഈ സ്നേഹം. ഇത് കാൽവറിയിലെ സ്നേഹം. കാൽവറിയിലെ സ്നേഹത്തിനകത്ത് കരം തൊട്ടിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കാഴ്ച. അവൻ്റെ കണ്ണിലെ ചെതുമ്പൽ മാറി. ശൗലിന് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചവൻ പവർ വിഷൻ്റെ ഹാർവസ്റ്റിൻ്റെ മന്നയുടെ അടുത്തല്ല പോയത്. കാഴ്ച ലഭിച്ചവൻ അനന്യാസിന് ഉപദേശം കേട്ടു. ഉപദേശം കേട്ടവൻ കലക്കവെള്ളത്തിൽ ചാടി. കലക്കവെള്ളത്തിൽ ചാടിയവൻ പരിശുദ്ധാത്മാവിലെ പ്രാപിച്ചു. ആഹാരം കഴിച്ചു. ഏതാ? പരിശുദ്ധാത്മാവിലുള്ള ആത്മീയ ആഹാരം കഴിച്ചു. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. തിരുസഭയ്ക്ക് വേണ്ടി 14 ലേഖനം എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം പൗലോസിന് കൃപ ചെയ്തു. സ്വോത്രം. ഇന്ന് രാത്രി അവൻ്റെ അന്ത്യം എവിടെയാണ്? ബാക്കി കാര്യങ്ങൾ നാളെ. അവൻ്റെ അന്ത്യം എവിടെയാണെന്ന് ഒരു ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. അവൻ അവസാനമായി റോമിൻ്റെ കുറ്റവാളിയായി മർമാട്ടിൻ ജയിലിനകത്ത് കിടക്കുക. ഗുഹയോട് ചേർന്ന ജയിൽ. അപ്പോൾ ഒരു പ്രഭാതത്തിൽ അവൻ എവിടെ കിടന്ന് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞൊരു പടയാളി ഒരു കുറിപ്പുമായിട്ട് വന്നു, നാളെ പ്രഭാതത്തിൽ നിന്നെ പെരുങ്കടവിള ടൗണിൽ കൊണ്ടുവന്ന് പച്ചയ്ക്ക് ചന്തയിൽ വെച്ചിട്ട് ഒരു തടിപ്രതലത്തിൽ വെച്ചിട്ട് നിൻ്റെ കഴുത്തറക്ക്. ക്രൂരമായ ശിക്ഷാവിധി. സ്വോത്രം. എന്താ പൗലോസിൻ്റെ ജീവിതത്തിലെ പ്രത്യേകത എന്തെന്നറിയാമോ? പൗലോസ് ആരായിരുന്നു? ഇറങ്ങിത്തിരിച്ചപ്പോൾ കപ്പൽ മുതലാളിയുടെ മകൻ, ബാങ്കിൽ ഡോളർ, PhD, ഡോക്ടറേറ്റ്, അംഗരക്ഷകർ. ഇപ്പോൾ അവസാനം മർമാട്ടിൻ ഗുഹയിൽ കിടന്നപ്പോൾ അവൻ എന്തുകൊണ്ടെന്നറിയാമോ? ഒരു പുതപ്പ് മാത്രമുണ്ട്. സന്തോഷമില്ലല്ലോ. ഉപദേശിമാർക്ക് സന്തോഷം വരുന്നില്ല. ഇന്ന് ഞങ്ങളെപ്പോലുള്ള പൗലോസ് പുതപ്പുമായിട്ടിറങ്ങും. ഒരു വോൾവോ, ഒരു BMW, പിന്നെ 1.5 കോടി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതാ ഇന്നത്തെ സുവിശേഷം. സ്വോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ. പൗലോസ് അവസാനം കിടക്കുന്നത് പുതപ്പം പുതച്ചുകൊണ്ടാണ്. ആ പടയാളി വന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, നാളെ നിൻ്റെ കഴുത്തറുത്ത് മാറ്റുന്ന ദിനമാണ്. അപ്പോൾ അവന് ഭയമൊന്നുമില്ല. പക്ഷേ അവൻ്റെ പ്രിയ ദൈവദാസൻ അവൻ എടുത്ത് വചനം കൊടുത്ത് പരസ്യോഗത്തിന് വിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, തിമത്തിയോസ്. അവൻ പാറശാലയോ കളിക്കാവളയോ മാർത്താണ്ടോ വിരികോടോ ചായം കൂടിയൊക്കെ പോയിരിക്കുക. മൊബൈൽ സൗകര്യമൊന്നുമില്ല. ഇവൻ ഈ ട്രാക്റ്റും കൊടുത്ത് കവലയെ പ്രസംഗിച്ച് കഴിഞ്ഞ് തൻ്റെ ആത്മീയ പിതാവായ പൗലോസിനെ ദർശിക്കുവാൻ വരുമ്പോൾ കാരാഗ്രഹത്തിൽ അവനില്ലെങ്കിൽ അവൻ എന്ത് മറുപടി കൊടുക്കും? ബുക്കോ പേപ്പറോ അന്നില്ല. അന്ന് ചിരട്ടയ്ക്കകത്ത് വെള്ളം ഇരിപ്പുണ്ട്. ഇന്നത്തെ കണക്ക് പൂജപ്പുരയിലെ കണക്ക് ചപ്പാത്തി ചിക്കനുമല്ല. അപ്പുറത്ത് കരിക്കട്ട കിടപ്പുണ്ട്. പ്രിയ മകനായ തിമത്തിയോസ് മടങ്ങി വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ അവിടെ എഴുതി വെച്ച ഒരു വാക്യമുണ്ട്, തിമത്തിയോസേ നീ വായിച്ചോണം, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കുഞ്ഞെ നീ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് പ്രതിഫലവുമായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇതാ മർമാട്ടിൻ ഗുഹയിൽ എഴുതി വെച്ചത്. മരണ വീട്ടിലെ വാർത്തയല്ല. പ്രസംഗിക്കുന്നത് തെറ്റുമില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ശൗലിനെ കൊണ്ടുവന്ന് മർമാട്ടിൻ ഗുഹയ്ക്കകത്തുനിന്ന് വലിച്ചിറക്കി ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് തടി ഇറക്കുന്നത് പോലെ കഴുത്തിനകത്ത് വാൾ കണ്ണമറത്തുന്ന അവൻ്റെ തല തെറിച്ചു വീഴുമ്പോൾ ജോസീഫസ് എന്ന യഹൂദൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, അവൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്നു, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് രാത്രി മരിച്ചവർ എപ്പോൾ ഉയർക്കും? ഉലകം എപ്പോൾ അവസാനിക്കും? അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്ത് പറയുവാൻ? ഇന്ന് രാത്രി ആദറൈസേഷൻ ഓഫ് ഇസ്രയേൽ, കാസ്റ്റിംഗ് ഓഫ് ഇസ്രയേൽ, റാപ്ചർ ഓഫ് ഇസ്രയേൽ, അതിനെ ആസ്പദമാക്കി ഇനി കടക്കുന്നു യഹൂദനിലേക്ക്. ഇന്ന് രാത്രി യഹൂദനോടുള്ള ബന്ധത്തിൽ 7 പെരുന്നാളുകൾ ഉണ്ട്. 1 പെസഹ പെരുന്നാൾ, 2 ഓശാന പെരുന്നാൾ, 3 പെന്തക്കോസ് പെരുന്നാൾ, 4 കാഹളനാഥ പെരുന്നാൾ, 5 കൂടാര പെരുന്നാൾ, 6 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. 7 പെരുന്നാളുകൾ കാഹളനാഥം, കൂടാരം, ആദ്യബല, ഓശാന, അത് കഴിഞ്ഞ് പെന്തക്കോസ് പെരുന്നാൾ. 7 പെരുന്നാളുകൾ യഹൂദനുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടം തൊട്ട ഈ അവരുടെ ഭ്രംശം ആരംഭിക്കുന്നത്. ഇസ്രയേലിൻ്റെ ദേവാലയം, വളരെ ശ്രദ്ധയോടെ കഥ കേൾക്കണം. ഇസ്രയേലിൻ്റെ ദേവാലയം
4 ദേവാലയങ്ങൾ ഇസ്രയേൽ. അതിലൊന്നാമത്തെ ദേവാലയം സമാഗമന കൂടാരം, രണ്ടാമത്തെ ദൈവാലയം ശലോമോന്റെ ആലയം. BC 606 നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞു. സമാഗമന കൂടാരം 5 തൂണുകൾ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് മരുഭൂമിയിൽ തന്നെ കതിരമരം തീർന്നുപോയി. ശലോമോന്റെ ആലയം നെബൂഖദ്നേസർ തകർത്തു. മൂന്നാമത്തെ ദൈവാലയം കോരശിനെ കൊണ്ട്, യെശയ്യാ 45 വായിക്കുന്നില്ല, സൈറസ് എന്ന കോരശ് എന്ന രാജാവ് എസ്ര, നെഹമ്യാവ്, സെരുബ്ബാബേൽ ഇവരാൽ പടുത്തുയർത്തി. യഹൂദന്റെ കഥയും മടങ്ങി വരുക. ഇന്ന് രാത്രി ഭരണകൂടങ്ങൾ പടപടാ മാറി. 1 ബാബേലിന്റെ ചക്രവർത്തി നെബൂഖദ്നേസർ, 2 തല തങ്കം കൊണ്ട് കഴിയുമ്പോൾ നെഞ്ചും കൈയും വെള്ളി ദാര്യാവേശും കോരശും, 3 അരഭാഗം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, 4 റോമാ സാമ്രാജ്യം വരുമ്പോൾ ഏദോമിന്റെ കൈസറായ ഹേരോദാവ് ദൈവാലയം പണിയുന്നു. 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിലാണ് യേശു വരുന്നത്. ഇന്ന് രാത്രി യേശു ദൈവാലയത്തിൽ ഓശാന പെരുന്നാളിൽ പ്രഭാഷണം നടത്തി. അവൻ പിന്നെ ആലയം വിട്ടു പോകുമ്പോൾ ആലയത്തിൻ്റെ പണിയെല്ലാം കാണിച്ചു. അഥവാ എസ്രയും നെഹമ്യാവും സെരുബ്ബാബേലും പണിഞ്ഞ ദേവാലയം അവിടെ നിർത്തിക്കൊണ്ട് ഹേരോദാവിൻ്റെ കാലത്ത് പുതുക്കി പണിയുന്ന ആലയത്തിൻ്റെ പണി കാണിച്ചു. ഗുരു, ആലയത്തിൻ്റെ പണി കാണുന്നില്ലോ? തൂക്കുവിളക്കുകൾ, രമ്യകർമ്മങ്ങൾ, ഇതെല്ലാം അതിനകത്ത്. പാർക്കിംഗ് സംവിധാനം. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ചൊല്ലിയത് AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച. തകർന്നത്, ഈ ഭാഗം ശ്രദ്ധയോടെ ഇരിക്കണം, ഇവിടം തൊട്ട് നമ്മുടെ ചിന്ത പോകും. തകർന്നതെന്നാം AD 70 ടൈറ്റസ് എന്ന രാജാവ്. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കേൾക്കണം. AD 68 ടൈറ്റസ് എന്ന ചക്രവർത്തി യെരുശലേമിനെ ആക്രമിക്കാൻ വന്നു. ആരോ പറഞ്ഞു, ദൈവാലയത്തിനകത്ത് പൊന്നും വെള്ളിയും ഇഷ്ടം പോലുണ്ട്, താഴെ കുഴിച്ചിട്ടിരിക്കുക, അതുകൊണ്ട് പാറകൾ മാറ്റിയാൽ കിട്ടുമെന്നും പറഞ്ഞ് ആഫ്രിക്കയിലെ ആനയുമായിട്ട് ടൈറ്റസ് യെരുശലേം ദൈവാലയം ആക്രമിക്കുവാൻ വരുന്നത്. ആ സമയത്ത് കോട്ട മുഴുവൻ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ അന്നൊരു എമർജൻസി സന്ദേശം വന്നു. അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ടൈറ്റസ് പറഞ്ഞു, 68 ഇനി ആരും ആക്രമിക്കേണ്ട, എൻ്റെ പിതാവ് മരിച്ചുപോയി, നമുക്ക് തിരിച്ചു പോകാം. അന്നൊരു വലിയ സംഭവം നടന്നു ഇസ്രായേൽ. കേൾക്കണം, ഇന്ന് രാത്രി എന്താ ഇസ്രായേലിൽ ഒരു സംഭവം നടന്നതെന്നറിയാമോ? യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണവും അതുപോലെ ഓശാന പ്രഭാഷണം കേട്ടവർക്ക് പിടികിട്ടി ഈ ദൈവാലയം തകരുമെന്ന്. സ്തോത്രം. അന്ന് അവരൊരു കാര്യം ചെയ്തു. എന്താ കാര്യം ചെയ്തത്? ടൈറ്റസ് തിരിച്ചു പോയപ്പോൾ അവർ പെല്ല എന്ന് പറയുന്ന ഇസ്രയേലിലെ മലകളിലേക്ക് ഓടിപ്പോയി. 2 വർഷം കഴിഞ്ഞിട്ട് ടൈറ്റസ് മടങ്ങി വന്നു, യെരുശലേം ദൈവാലയം തകർത്തു. ഇന്ന് ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നം ഇസ്രയേലിന് ദേവാലയമില്ല. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, അതൊരു നിഴലെങ്കിൽ ഇവിടെ 3ാം ലോക മഹായുദ്ധത്തിന്റെ ശങ്കുലി മുഴങ്ങുന്നതിന് മുമ്പ് അന്ന് വചനത്തിന്റെ പ്രഭാഷണം കേട്ട യെരുശലേമിന്റെ മക്കൾ പെല്ല എന്ന മലയിലേക്ക് ഓടിയതുപോലെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കളെ ചേർക്കുവാൻ നിഴലായി കർത്താവ് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാറായി. ഓശാന പ്രഭാഷണം കേട്ടവർ, ആലയത്തിനകത്ത് യേശുവിൻ്റെ പ്രഭാഷണം കേട്ടവർ ടൈറ്റസിൻ്റെ വാളിനകത്ത് ഇരയായില്ല. അന്തിക്രിസ്തുവിൻ്റെ വാളിനകത്ത് ഇവിടുത്തെ ജനം മരിക്കുന്നതിന് മുമ്പ് നിഴലായി അന്നൊരെണ്ണം കടന്നെങ്കിൽ പൊരുളായത് ഈ തലമുറയിൽ നടക്കും. ഭക്തന്മാരെ ചേർക്കുവാൻ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇനി ആ ദൈവാലയം തകർന്നു. കേട്ടോണേ, അടുത്ത ഭാഗം കേട്ടോണം. ആ ദൈവാലയം തകർന്നപ്പോൾ അന്ന് ശലോമോന്റെ ദൈവാലയത്തിൻ്റെ മതിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ആ മതിലിൻ്റെ പേര് വെസ്റ്റേൺ വാൾ. അതിന് വിലാപ മതിൽ എന്നാ പറയുന്നത്. പിതാക്കന്മാർ സ്വർഗത്തോട് മറുതലിച്ചപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ശാപം അവരിലെത്തിയത് കൊണ്ട് മോശയുടെ മക്കൾ 3 തലമായി ഇസ്രായേൽ, കസദിക്ക്, ഹർദീക്ക്, നെട്ടൂരി കറുത്ത യവമാരായി കറുത്ത ഡ്രസ്സിട്ട് തലയ്ക്കകത്തൊരു തൊപ്പിയും വെച്ച് ഈ മതിലേ ചെന്ന് ചുരുള് എഴുതി വെച്ചിട്ട് തലയിടിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് സിനഗോഗില്ല. 1 ആ മതിലവിടെ നിൽക്കുന്നത്, 2ാമത് ആലയം വരും. ഇനി 2ാമത്തെ സംഭവം, യേശു ഓശാന പെരുന്നാളിൽ ഒരു വാതിലിൽ കൂടി അകത്ത് കയറി. ആ വാതിൽ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. 1967 ജോർദാന്റെ രാജാവ് ഹുസൈൻ രാജാവ് ഈ വാതിൽ തുറക്കുവാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം മരിച്ചതല്ലാതെ വാതിൽ തുറന്നില്ല. വിശുദ്ധ ബൈബിളിനകത്തുണ്ടോ?
നാഥൻ രണ്ടാമത് മടങ്ങി വരും, വാതിൽ അടഞ്ഞിരിക്കണം. വായിക്കുന്നു എസക്കേൽ പ്രവചനം 44:1-2. പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങാവൂ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം തൊടാതെ ഏറ്റവും നിർണായകമായ അന്ത്യകാല പ്രഭാഷണം വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അടുത്ത വാക്ക്, എന്നാൽ അത് അടച്ചിരുന്നു. അടുത്ത വാക്ക്, അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, സ്വർഗ്ഗം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വാതിൽ വായിച്ചു. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. കാര്യം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയരുന്നില്ലല്ലോ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. സങ്കീർത്തനം 24. ഈ വാതിൽ അടഞ്ഞിരിക്കുന്ന കാരണം, ഒന്നാമത്തെ പ്രാവശ്യം യെരൂശലേം ദൈവാലയത്തിൽ അവൻ വന്നെങ്കിൽ ഇനി രണ്ടാമതും അവൻ മടങ്ങി വരുന്നതിന് വേണ്ടി ഈ വാതിൽ അടച്ചിരിക്കണം. എത്ര ക്ലിയർ! കർത്താവ് മടങ്ങി വരും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ അവരുടെ ഭ്രംശം, യഹൂദൻ എങ്ങനെ ചിതറും, എങ്ങനെ ഭ്രംശം വരും? വായിക്കാം. മത്തായി 24:3-4 വചനത്തോട് കൂടെ വായിക്കണം. മത്തായി 24:3-4 വാക്യങ്ങൾ ഗുരു വായിച്ചു തുടങ്ങി. യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും, ഈ ലോകം അവസാനിക്കും, അതെപ്പോൾ സംഭവിക്കുമെന്നും, നിന്റെ വരവിനും നീ പോയിട്ട് മടങ്ങി വരും, ലോകത്തിന്റെ ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം. അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അതിന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, യേശു ഞങ്ങളല്ല ഉത്തരം പറഞ്ഞത്. യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാ എപ്പോൾ കർത്താവിന്റെ വരവ്. അതിനെ ആത്യന്തികമായി അത് നോക്കിയായിരിക്കും സുവിശേഷ പ്രഭാഷണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒലിവുമലയിൽ യേശു ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ആദ്യം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ 3 ലോകങ്ങളെപ്പറ്റി ബൈബിളിനകത്ത്. ഒന്നാമത്തെ ലോകം പുരാതന ലോകം, അതിൻ്റെ പേരാ കാസ്മോസ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ആ ലോകത്തിൻ്റെ പേരാ കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് ആ ലോകം പോയി. ഇനി രണ്ടാമത്തെ ലോകം, ഇന്നുള്ള ആകാശം. 2 പത്രോസ് 3:10 നിങ്ങളുടെ ബൈബിളിലുണ്ട്. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. ആ ലോകത്തിന് സയൻസ് വിളിക്കുന്നത് അയോൺ. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. അതുകൊണ്ട് കൊയർ ഇവിടെ പാടും, ചൂള പോലെ കത്തുന്ന നാൾ വരും. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ വളരെ പഠനത്തോടു കൂടിയേ നിങ്ങൾ എഴുന്നേൽക്കാവൂ. വെളിപ്പാട് 21:1-2 ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ആ ലോകം, ആ പൊതുവാന ഭൂമി, അതിൻ്റെ സയൻസ് വിളിക്കുന്ന വൈക്കോമന. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് പാവയ്ക്കയിൽ കയ്പ് കാണത്തില്ല, റോസയിൽ മുള്ള് കാണത്തില്ല, കഞ്ചാവിൽ വിഷം കാണത്തില്ല, തെങ്ങയിൽ കള്ളും കാണത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റും കളിക്കും. അങ്ങനൊരു കാലമാ പൊതുവാന ഭൂമി. കേട്ടോ, അതിനു വേണ്ടിയാ ദൈവജനം കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചോദിച്ച കാര്യം, നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? അതിന് ഞാൻ ഉത്തരം പറഞ്ഞതെല്ലാം യേശു ഉത്തരം പറഞ്ഞു. അതാ ഇസ്രയേലിന്റെ ചിതറക്കം. വായിച്ചു തുടങ്ങുന്നു. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ എല്ലാം നോട്ട് ചെയ്യണം. വായിച്ചട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് എല്ലാ പത്രവാർത്തയും, എല്ലാ ടെലിവിഷൻ വാർത്തയും, നിങ്ങളുടെ മൊബൈലിലെ വാർത്തയും ഒരുവന്റെ പേര് മാത്രമേ ഉള്ളൂ. അവനാ ലോകത്തിന്റെ കടികാരം, ഇസ്രായേൽ. ബൈബിള് തുറന്നാലും, ടെലിവിഷൻ തുറന്നാലും, പത്രം തുറന്നാലും ഈ ഒരു രാജ്യത്തെ കാണിക്കുന്നത്. അത്തി 3 മരങ്ങളോട് യഹൂദനെ ഉപമിച്ചിട്ടുണ്ട്. 1 അവൻ്റെ രാഷ്ട്രീയം, ആ അത്തിയ രാഷ്ട്രീയം. ഹോശയ്യ 9:10 നിങ്ങൾ നോട്ട് ചെയ്യണം. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 അവൻ്റെ ആത്മീയം, അതാ ഏറ്റവും നിർണായകം. യോഹന്നാൻ
15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3 അവൻ്റെ സൗന്ദര്യം, ആ സൗന്ദര്യമാ സങ്കീർത്തനം 128. അങ്ങനെ ഒരു സങ്കീർത്തനം ഏവർക്കും അറിയാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം മാരായമുട്ടം ബിവറേജസിലെത്തത്തില്ല. സന്തോഷമില്ലല്ലോ. നിന്റെ ഭാര്യ കറുത്തമുത്ത് കാണത്തില്ല. നിന്റെ മക്കൾ നെയ്യാറി വൈകിട്ട് ചൂണ്ടയിടാനും പോകത്തില്ല. അങ്ങനെ ഒരു സങ്കീർത്തനം വല്ലവരും കേട്ടിട്ടുണ്ടോ? ഇത് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. എവിടാ? പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന്. സ്വോത്രം. പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് മംഗള സങ്കീർത്തനം. നിങ്ങളിത് കേൾക്കത്തില്ല, ഫ്രൈഡ് റൈസിന് വേണ്ടി താഴെ തള്ളും. ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല, കവറിന് വേണ്ടി നോക്കിയിരിക്കും. പക്ഷേ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും വലിയ സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലും, നിന്റെ വള്ളി പോലെയും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. സ്വോത്രം. അതിൻ്റെ മലയാളം കുടുംബ പ്രാർത്ഥന. സന്തോഷമില്ലല്ലോ. അതെങ്ങാണ് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടോ? കോവിഡ് വന്നതോടുകൂടി കുടുംബ പ്രാർത്ഥനയും പോയി, സഭാപ്രാർത്ഥനയും പോയി. സ്വോത്രം. ഇപ്പം നമ്മുടെ പ്രാർത്ഥന ഓൺലൈന് സൂമുക. സന്തോഷമില്ലല്ലോ. നിൽക്കട്ടെ, ഒന്നും മിണ്ടുന്നില്ല. സ്വോത്രം. അപ്പോൾ 3 മരങ്ങളോട് അത്തി രാഷ്ട്രീയം, മുന്തിരി ആത്മീയം, ഒലിവ് സൗന്ദര്യം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. വായിച്ചിട്ട് മോനെ അടുത്ത വാക്യം ക്ലിയർ ആയിട്ട് ഒരു വചനം പിടിക്കണം. അടുത്ത വായിച്ചാട്ട്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇസ്രായേൽ ഒരിടത്ത് അടി നടക്കുമ്പോൾ എതിർ ക്രിസ്തു കർട്ടന് പിൻപിൽ എഴുന്നേറ്റ് വരാൻ പോന്നു. അതാ കഴിഞ്ഞ ഡിസംബർ മാസം 2-ാം തീയതി മുതൽ ദുബായിൽ ആഗോള സ്ഥാപന മീറ്റിംഗ്. 200 രാജ്യങ്ങൾ കൂടി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അവിടെ വരേണ്ടത് ശ്വാസകോശ രോഗം കൊണ്ട് വന്നില്ല. എന്തിനു വേണ്ടി? ഒരു മതനേതാവ് ആഗോള സ്ഥാപന ലോകത്തിന് വേണ്ടി നിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി ഡൽഹി നടത്തിയപ്പം പറഞ്ഞു, ഇനി കാര്യങ്ങൾ പോകാൻ പാടാ, ഒരുവന്റെ കയ്യിൽ ലോകം കൊടുത്താൽ കൊള്ളാം. അതിനാസ്പദമായി ഈ ഡിസംബർ മാസം 2, 3, 4 200 രാജ്യങ്ങൾ ദുബായിൽ കൂടിയപ്പോൾ ആ ഉച്ചകോടി നയിക്കുവാൻ ഒരു മത നേതാവിനെ ക്ഷണിച്ചത് ആന്റി ക്രൈസ്റ്റ് ഒന്നും കത്തോലിക്ക സഭ പരമാധ്യക്ഷനല്ല. എന്തിന് മത നേതാവിനെ വിളിച്ചു? വെളിപ്പാട് 13:7 വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. മനസ്സിലാകുന്നവർക്കായി യേശുക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് സ്നാപക യോഹന്നാൻ വഴിയൊരുക്കി. അതുപോലെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് ഒരു മതത്തെ പിടിച്ച് വഴിയൊരുക്കാൻ ദുബൈയിൽ നടന്ന കോൺഫറൻസ്. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ. ഒരിടത്ത് ഇസ്രായേലും ഗാസയും പൊരിഞ്ഞാടി നടക്കുമ്പോൾ ഇവിടെ ആഗോളതാപനത്തിന് 200 പേർ ഒരുമിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ വായിക്കാം. അടുത്ത വാക്ക്. ഇതൊക്കെ സംഭവിക്കുവോളം ഇതെല്ലാം പെരുങ്കടവൽ, ആലത്തൂരും, പടപ്പിത്തോട്ടവും, മണവാരിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. സ്വോത്രം. ഇതൊക്കെ സംഭവിക്കുമല്ലോ. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന 95% പേര് ശവപ്പെട്ടിക്കകത്ത് കയറി ലോകെ ഞാൻ ഓട്ടം തികച്ച് പാട്ടുപാടി പോകത്തില്ല, അതിനും വിട്ട് രക്ഷിക്കപ്പെട്ട പ്രിയന്റെ വരവിൽ എടുക്കപ്പെടാന്ന്. സ്വോത്രം. ഈ തലമുറ മരണം വഴിയായി പോകുന്നത് ഒഴിഞ്ഞു പോകാൻ സംഭവിക്കത്തില്ല. അടുത്ത വാക്ക് ആകാശം. വായിച്ചട്ടെ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ആ നാളും നാഴികയും സംബന്ധിച്ചോ. പെന്തിക്കോസുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2025 കർത്താവ് വരുമെന്ന് സജുജാത്തന്നൂർ പറഞ്ഞാൽ അപ്പോഴേ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കി കട്ടമ്പള്ളവും തന്ന് അന്നേരെ വിട്ടേക്കണം. സ്വോത്രം. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ അപ്പൻ പറയും മണവാട്ടിയെ ചേർക്കാൻ. ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. വരുന്ന പുള്ളിക്കും അറിയത്തില്ല, കൂടെ വരുന്ന കമാൻഡോസിനും അറിയത്തില്ല. പിന്നെ മുണ്ടക്കായ തലക്സ് പ്രവാചകൻ വെള്ളറിന് എന്നിട്ട് 3-ാം തീയതി യേശു വരുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരാ കള്ളപ്രവാചകൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ അർത്ഥം മലയാളികളെ ഉദ്ദേശിച്ച ഇവിടെ തന്നെ പിടിക്കാം. ഇവിടെ 72 വയസ്സുള്ള ഒരു തോമാച്ചായൻ കാവല്ലൂർ ദൈവസഭയ്ക്ക് അടുത്തുള്ളത്. പക്ക കുടിയും കഞ്ചാവും വെള്ളമടിയൊക്കെയാണ്. അപ്പോൾ ആരോ പറഞ്ഞ് 2 മാസത്തിനകം യേശു വരുമെന്ന്. സ്വോത്രം. അപ്പോൾ പുള്ളിക്ക് പിടികിട്ടി ഇനി നരകത്തിൽ പോണ്ട. കാവല്ലൂർ ദൈവസഭ ഒരു ഞായറാഴ്ച വരും. നമ്മുടെ ദാസയ്യം പാഷക്ക് സന്തോഷം, ഒരു കുഞ്ഞാടൂടെ വന്നല്ലോ, തലേ കൈവക്കും. 2-ാമത്തെ ആഴ്ച കുഞ്ഞ് സങ്കീർത്തനം. 3-ാമത്തെ ആഴ്ചയിൽ രക്ഷയുടെ ദൂത് പറയൂ. 4-ാമത്തെ ആഴ്ചയിൽ സാക്ഷ്യം പറയൂ. 5-ാമത്തെ ആഴ്ചയിൽ കലക്കവെള്ളത്തിൽ ചാടിക്കും. 6-ാമത്തെ ആഴ്ചയിൽ തിരുമേശ പങ്കാളിയാവും. കർത്താവിന് കൊണ്ടുപോണ്ടേ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 70 വയസ്സ് വരെ നാട്ടിലുള്ള മാങ്ങയും പറിച്ച് ബിവറേജസിൽ അടിയും കൂടി നാട്ടുകാരെല്ലാം കത്തിക്കുത്ത് നടത്തിയിട്ട് അവസാനം 1.5 മാസം സഭയെ വന്ന് കയറും. സ്വോത്രം. അതുകൊണ്ട് മലയാളിയെ ഉദ്ദേശിച്ച ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള
പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. തീർന്നില്ല ആ കാലം. ബാക്കി വായിക്കേണ്ട. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. അതല്ലയോ അച്ചായമ്മമ്മേ, എന്നെക്കാൾ പ്രായം കൂടിയ ദൈവദാസന്മാർ അച്ചായന്മാരിരിക്കുന്നു എന്ന് രാവിലെ പേപ്പർ തുറന്നാൽ പോരെ? കാര്യം റെഡിയല്ലോ. ഇല്ലാത്ത ദിവസമുണ്ടോ? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച് എന്ന് നോക്കിയാലും മലയാളത്തിൽ ഇതാ വാർത്ത. സ്വോത്രം. ഇതെങ്ങനെ വന്നെന്നറിയാൻ വയ്യ. സ്വോത്രം. ഇതാ കിടക്കുന്നു. ഇതായിരുന്നു നോഹയുടെ കാലം. രണ്ടാമത്തെ കാര്യം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. എന്താ ലോത്തിന്റെ കാലം? ലോത്തിന്റെ കാലം ആ കല്യാണമില്ലാത്ത കാലം. പെങ്കൊച്ചും ചെറുക്കനും തിരുവനന്തപുരത്ത് നാഗർകോവിൽ വണ്ടി കയറും. അവൻ കളിക്ക് അവളെ ഇറങ്ങും, അവൾ മാർത്താണ്ഡത്തും ഇറങ്ങും. സ്വോത്രം. അതായല്ലോ ഇന്നത്തെ വിവാഹമോചനം. 2, അന്നമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കും, തോമാച്ച അവറാച്ചാനെ കല്യാണം കഴിക്കും. ഇതായിരുന്നു ലോത്തിന്റെ കാലത്ത്. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. ആലോചന വേണ്ട, പാസ്റ്റർ വേണ്ട, കൈവച്ച വേൾഡോണ്. ചെറുക്കൻ ഫിംഗർ ടിപ്പ്, പെണ്ണ് ഫിംഗർ ടിപ്പ്. സ്വോത്രം. കണ്ടില്ലേ? അതിനെല്ലാം നമ്മുടെ സഭക്കാരും എല്ലാം കൂടിക്കഴിഞ്ഞു. എല്ലാം സംഭവിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ കുഴപ്പം സ്വർഗ വിവാഹം. കണ്ടില്ലേ? ഇനി ഈ ലോകം തീരാൻ പോവുക. ഇന്ത്യയിൽ 3 മലയാളി പെങ്കൊച്ചുങ്ങൾ നേരെ സുപ്രീം കോടതി പോയി. പേപ്പർ വായിക്കണം. സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ സ്വർഗ വിവാഹം വരണം സാറ് 50 രാജ്യങ്ങളിലായെന്ന്. ആ സമയത്ത് ഇപ്പുറത്തെ പോണ്ട് BJP ആരോകട്ടെ അറ്റോർണി ജനറൽ എടുത്തിയാടി പറഞ്ഞു, സാറേ ആ പരിപാടിക്ക് ഒപ്പിട്ട ശമ്പളം തരുന്ന ഞങ്ങളാ, ഈ പെൺപിള്ളേരല്ല ശമ്പളം തരുന്നത്. അദ്ദേഹം പറഞ്ഞു എന്തെന്ന്, ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ആർഷഭാരത്തിലൊരു കാര്യമുണ്ട്, സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയോ, അല്ലാതെ അന്നമ്മയ്ക്ക് ചിന്നമ്മയും തോമാച്ചാനും അവറാച്ചാനും ഇല്ലെന്ന്. സ്വോത്രം. ബില്ലവിടെ കീറിയെന്ന്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറ ഇന്ത്യൻ പാർലമെന്റിൽ വരെ വന്നു കഴിഞ്ഞു, സുപ്രീം കോടതിയിലും വന്നു കഴിഞ്ഞു. അന്ത്യകാലം കണ്ടില്ലേ? അതുകൊണ്ട് അതിന് തുടക്കമായിരുന്നു ഈ കോവിഡിന് മുമ്പിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയായിരുന്നു ചുംബന സമരം. പെൺപിള്ളേരെല്ലാം പോയില്ലേ? സ്വോത്രം. ഇന്ന് രാത്രി ഞാൻ പ്രത്യേകിച്ച് പറയാം, ചെറുപ്പക്കാരോടും പെൺപിള്ളേരോടും പറയാം, ചുംബന സമരത്തിന് പോയാൽ 1 കർത്താവിൻ്റെ അടി, 2 RSSകാർ മുളപടിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. 2 അടി ഉറപ്പാണ്. സ്വോത്രം. അതുകൊണ്ട് ഈ പരിപാടിക്ക് പോകരുത്. സ്വോത്രം. ഇതിൻ്റെ പേരാ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വന്ന കിസ് ഓഫ് ലവ്. ഇത് ദുഷ്കാലമാകയാൽ. മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുക മലയാള ഭാഷ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ. ഏതൻ്റെ പർദീസയ്ക്കകത്ത് സ്വർഗം. ആദമന് മറ്റൊരാദമനല്ല, ഹവ്വായ്ക്ക് ചിന്നമ്മാമയല്ല. ആദമന് തക്ക തുണയായി സ്വർഗത്തിലെ ദൈവം ഹവ്വായെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചെങ്കിൽ ആ നിയമത്തെ മനുഷ്യൻ മാറ്റാൻ ശ്രമിച്ചാൽ ഈ ലോകത്തെ ദൈവം തീർത്ത് കളയും. സ്വോത്രം. അതുകൊണ്ട് അന്ത്യകാലം. അതുകൊണ്ട് അപ്പച്ചന്മാർ പറയുന്ന കലികാലം. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നാഥൻ്റെ വരവിങ്കൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ നാഥൻ്റെ വരവിങ്കൽ. അങ്ങനെയെങ്കിൽ ആരുടെ വംശം? ഇസ്രയേലിലെ 3 മരങ്ങൾ, അത്തി, മുന്തിരി, ഒലിവ്. ബൈബിളിനകത്തുണ്ടോ? അത്തിവൃക്ഷത്തെ സ്വർഗം ശപിക്കുന്നു. വായിച്ചു തുടങ്ങാം. മത്തായി സുവിശേഷം 24:18-19. യഹൂദന്റെ 3 മടങ്ങി വരവുകൾ. മത്തായി 24:18-19 വായിച്ചിട്ട് കുഞ്ഞ്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് 21:18-19. 21 മോനെ. 21:18-19. 21 വായിച്ചട്ടെ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ വാക്യം ഞാൻ പറയാതെ, അവൻ പിന്നെ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട്. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിയ ഇസ്രായേൽ. അതിനകത്ത് വായിച്ചട്ടെ. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ. ഒരു ഗുണവുമില്ല, വെറുതെ നിൽക്കുക. കാവല്ലൂരി ഒരു ഗുണമില്ലാതെ നിൽക്കുന്ന പോലെ. ഇലയല്ലാതെ ഒന്നും കാണാതിരികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ. നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ ഇരിക്കട്ടെ. അടുത്തത് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഇതാ കർത്താവിന്റെ മടങ്ങി വരവ്. ഈ അത്തി തളിർക്കണം. അതാ പൗലോസ് ലേഖ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. കടക്കാം. 5 കോടതികൾ 7 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുതൽ. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. അതിലൊന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ്, 2 ബറബാസ്. അന്ന് ഈ പീലാത്തോസിന് കാര്യം പിടികിട്ടി. 5 കോടതികൾ 7 പ്രാവശ്യം. അവസാനത്തെ ഫൈനൽ വിസ്താരമാണ്. യവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന്. ആ സമയത്ത് പീലാത്തോസ് വിചാരിച്ച് എന്തെങ്കിലും പെറ്റിക്കോസ് കൊടുത്ത് ഫൈനുമായിട്ട് വിടാന്ന്. അപ്പൊ പീലാത്തോസിന്റെ അമ്മാമ്മ പെട്ടെന്നൊരു വാട്സപ്പ് നല്ല പ്രിന്റായിട്ട് കൊടുത്ത് വിട്ട് പറഞ്ഞു, അച്ചായോ ആ മുമ്പിൽ നിൽക്കുന്ന പുള്ളിയുടെ കാര്യത്തെ ആവശ്യമില്ലാതെ വിധി എഴുതരുത്.
അവൻ സാക്ഷാൽ ദൈവപുത്രനാ. അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിധി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്ക് ദോഷം വരും. അതുകൊണ്ട് ആ പീലാത്തോസിൻ്റെ ഭാര്യ കറക്റ്റായിട്ട് ഒരു ഇൻറ്റിമേറ്റ് കത്ത് ഭർത്താവിന് കൊടുത്തുവിട്ട് യഹൂദന്മാർ പടവിളിയും നിലവിളിയും അവർ നിലവിളിച്ച കാര്യം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും വായിക്കാം. ആ സമയത്ത് വായിക്കുമ്പോൾ ആ സമയത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി വഞ്ചൂരിനകത്തൊരു വിധി എഴുതി ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടതിന് ശേഷമേ ഇരുന്ന് വെള്ളം കുടിക്കുന്ന ജഡ്ജി താഴേക്ക് വരത്തുള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിക്കൊണ്ട് പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. യഹൂദൻ്റെ നിലവിളി, അവൻ്റെ നിലവിളി പ്രകാരം ഒരു കാര്യം ചെയ്തു. അവൻ്റെ ഈ യേശുവിനെ ക്രൂശിക്കാൻ കൽപ്പന കൊടുത്തു. കൽപ്പന കൊടുത്തതിന് ശേഷം താഴെ ഇറങ്ങി വന്നു. കിണ്ടിവെള്ളം എടുത്തിട്ട് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങളുടെ നിലവിളി പ്രകാരമായി വിധി എഴുതിയത്, ഇത് കോടതിയുടെ വിധിയല്ല. ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അന്ന് ഈ യഹൂദൻ വിളിച്ചു പറഞ്ഞു, കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കൊണ്ടുപോയി 1498 കിലോമീറ്റർ വാഗ്ദത്ത കനാൻ ദേശം കൊടുത്തതിന് ശേഷം അവരുടെ സന്തതി പരമ്പരകളെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ നിറകുടമായി ലോകത്തിന്റെ മധ്യപകുതിയായ പശ്ചിമേഷ്യയുടെ നടുവിൽ ഇസ്രായേൽ വളർന്ന കാലത്ത് അവർ എന്ത് ചെയ്തു? നാഥനോട് മത്സരിച്ചു. അവരെങ്ങനെ ചിതറി തുടങ്ങി? വായിക്കാം മത്തായി സുവിശേഷം 27-25. അനുഗ്രഹമല്ല ശാപം മേടിച്ചു കൂട്ടി. വായിച്ചിട്ട് മോനെ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെ ഉത്തരം പറഞ്ഞു. ഇതാ ഇസ്രായേലിന്റെ ന്യായവിധി. ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറുവാൻ അവർക്കുണ്ടായ കാലം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ഇനി അവർ എങ്ങനെ മടങ്ങി വരും? അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന്. ഇന്ന് രാത്രി കേട്ടോണേ, AD 70 ദൈവാലയം തകർന്നു. ഒരു കഥ പോലെ കേട്ടോണോ. ഇനി ആ വാക്യങ്ങൾ വരാൻ പോകുന്നത്. AD 70 ദൈവാലയം തകർന്നു. AD 130 ആയപ്പോൾ യഹൂദൻ ചിതറി. എവിടം വരെ ചിതറിയെന്നറിയാമോ? കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ യഹൂദൻ ചിതറി. ലോകത്തിന്റെ പട്ടണങ്ങൾ മുഴുവൻ അവൻ ചിതറി. ദാണ്ടു പേടിച്ചു വെച്ച ശാപ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അവർ ചിതറി കഴിഞ്ഞപ്പോൾ അവരെവിടെ ചെന്ന് അരക്ഷിതാവസ്ഥയിൽ പെട്ടുപോയി. കേട്ടു, കേരളത്തിൽ തന്നെ മട്ടാഞ്ചേരിയല്ല മാത്തഞ്ചേരി എന്നാ അതിൻ്റെ പേര്. അതിന് ഈ യഹൂദൻ വന്ന് പേര് വിളിച്ച് മാത്തനെന്ന് അവൻ അറിയാത്തതുകൊണ്ട് മാത്ത പറഞ്ഞാൽ മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. സായിപ്പിനോട് മരച്ചീനി കാണിച്ചപ്പോൾ എവിടാ ചീനിന്ന് ചോദിച്ചപ്പോൾ തപ്പി നോക്കാൻ പറഞ്ഞു. അന്നേരം സായിപ്പ് പറഞ്ഞാൽ ടപ്പി നോക്കിയാ അങ്ങനെ മരച്ചീനി ആയത്. സ്വോത്രം. അതുപോലെ മാത്തഞ്ചേരി മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ മാള, നമ്മുടെ കരുണാകർജി മത്സരിച്ച മാള, ഈ മാളയാണ് മായിലാക അലയുന്ന യഹൂദൻ. ഇരിങ്ങാലക്കുട, മണിപ്പൂര്, ആസം, മേഘാലയ, ഷില്ലോങ്, ഇവിടെല്ലാം ലോകത്തിന്റെ 5 വൻകരകളിൽ അവർ ചിതറുവാനിടയായി തീർന്നു. AD 70 ആദ്യത്തെ ചിതർ. AD 135 അബ്രഹാം കൊടുത്ത കനാൻ ദേശത്ത് ഒറ്റ യഹൂദന്മാര് പോലും ഇല്ലാതെ കാൽവറിയിലെ ശാപം അവരെ മുടിച്ചു. അതിന്റെ പേര് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വേടിച്ച ശാപം. ഇന്ന് രാത്രി യഹൂദന്റെ മടങ്ങി വരവുകളെ പറ്റി അവർ ലോകത്തിന്റെ വൻകരകളിൽ പാർത്തു. എന്താ കിട്ടിയത്? പല്ലി, ചെരുപ്പിന്റെ വാറ്, പാമ്പിന്റെ തോല്. അബ്രഹാമിന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം. പക്ഷെ പ്ലാൻ വിട്ടു, പദ്ധതി വിട്ടു പോയപ്പോൾ അവർ ചിതറുവാനിടയായി തീർന്നു. ഒന്നാമത്തെ യഹൂദന്റെ പുറപ്പാട്. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയാൽ ഇസ്രായേൽ ജനം ഒന്നാമത് മടങ്ങി വന്നു. 3 മടങ്ങി വരവുകൾ ഈ കൺവെൻഷനിൽ നമ്മുടെ പ്രസംഗം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം വാക്യം 3, അതിന്റെ 14 വാക്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ക്ലിയറാ വചനം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-14. ഒന്നാമത്തെ യഹൂദന്റെ മടങ്ങി വരവ്. വായിച്ചാട്ടെ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയിൽ കൂടി ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. തീർന്നില്ല. ഒന്നാമത്തെ ഇസ്രായേലിന്റെ പുറപ്പാട്. ചെങ്കടൽ കടന്നു വരുന്നത് ഇസ്രായേൽ ജനം. 14-ാമത്തെ വാക്യം കൂടെ യഹൂദന് വേണ്ടി വായിച്ചാട്ടെ. 14-ാമത്തെ വാക്യം വായിക്കാം കുഞ്ഞേ. എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ, നാളെ നിങ്ങളുടെ മക്കളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവമാ നമ്മളെ മടക്കി കൊണ്ടുവന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ. യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഇതാ
ഇസ്രായേലിന്റെ ഒന്നാമത്തെ മടങ്ങി വരവ്. ഇനിയെങ്കിൽ രണ്ടാമത്തെ മടങ്ങി വരവ്, മൂന്നാമത്തെ മടങ്ങി വരവ്, ലോകം അവസാനിക്കും. ആ ബേസ ഈ കൺവെൻഷൻ. നമ്പർ 1, അടിമ വീട്ടിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റു. അവരുടെ നിലവിളി ഞാൻ കണ്ടു. അങ്ങനെ ആയിരക്കണക്കിന് ആടുകളെ പെസകായിൽ അറത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തേച്ചു. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശ ചുള്ളിവടി ഹല്ലേലൂയ ചെങ്കടലിൽ നീട്ടിയപ്പോൾ അന്ന് രാത്രി മുഴുവനും കിഴക്കൻ കാറ്റടിപ്പിച്ചു. ചെങ്കടലിൽ കൂടി ചെങ്കൽപാതയൊരുക്കി തൻ്റെ ജനത്തെ മറുകര കടത്തി. ഒന്നാമത്തെ പുറപ്പാട്. ബൈബിളും പ്രവചനവും ലോകാന്ത്യ സംഭവങ്ങൾ. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം അത്തിയാകുന്ന ഇസ്രായേൽ. 2, ഇതെല്ലാവരും മറന്നുപോയി. സ്തോത്രം. അതാ മോശ പറഞ്ഞ്, പിതാക്കന്മാരെ മരുഭൂമിയിൽ നടത്തിയ കാര്യം നിന്റെ മക്കളോടും നിന്റെ തലമുറകളോടും അവൻ്റെ ബലമുള്ള കരം നമ്മളെ വിടുവിച്ചു. സ്തോത്രം. ആ യഹൂദന അവസാനം എന്താ ചെയ്തത്? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇനി യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ കേട്ടോണേ. യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ. ഇവൻ തിരിച്ചു വരുന്നതിൻ്റെ അർത്ഥം യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ. ആവർത്തന പുസ്തകം 28, 64 മുതൽ 68 വരെ വാക്യങ്ങൾ. ഇത് ബൈബിളുള്ളവരെല്ലാം എടുത്തോണം. ഇന്ന് ഇസ്രായേലിലെ പലരും കുറ്റം പറയും, പക്ഷേ അവൻ ശരിയാന്ന് ഞാനും പറയത്തില്ല. പക്ഷേ വചനത്തോടും മറുതലിച്ചവരെ ദൈവം കൊടുത്ത ന്യായവിധി. ആവർത്തന പുസ്തകം 28 64 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വായിച്ചട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ വായിച്ചട്ടെ. മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. ഇതെവിടാ? കാൽവറിയിലെ ശാപം. പീലാത്തോസിന്റെ അരമനയെന്ന് യഹൂദൻ നിലവിളിച്ചതാ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്ത വാക്ക്. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. സീനായുടെ മടിത്തട്ടിൽ മോശയോട് ദൈവം പറഞ്ഞു. പെന്തിക്കോസുകാരും മിണ്ടുന്നില്ല. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെയും വിഗ്രഹത്തെ വണങ്ങരുത്, ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടപ്പോൾ കല്ലും മണ്ണും കൊണ്ടുള്ള വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തുവാനിടയായി. ഇതാ കിടക്കുന്നു. ഇതാ വചനം തെറ്റിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന ന്യായവിധി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. ഇതാ കിടക്കുന്ന പാലും തേനും എടുക്കുന്ന കനാൻ, വാഗ്ദത്ത കനാൻ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. കേട്ടോ, അന്നൊരു സംഭവം നടക്കിയ ജാതികളുടെ ഇടയിൽ സ്വസ്ഥത കിട്ടത്തില്ല. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കയറാൻ. കൊച്ചി മട്ടാഞ്ചേരി ഒരു സംഭവം നടന്നു. വൈകിട്ട് യഹൂദൻ മുട്ട വിൽക്കാൻ പോകും. നമ്മുടെ ചില ചേട്ടന്മാർ മട്ടാഞ്ചേരിക്കാർ വൈകിട്ട് കുടിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ മുട്ട വിറ്റ കാശുമായിട്ട് യഹൂദൻ വരുന്നു. അവൻ്റെ തലയിലെ ട്രേ താഴെ വെച്ചിട്ട് നമ്മുടെ ചേട്ടന്മാർ കള്ളുകൂടിയന്മാർ പറഞ്ഞതാ, ഈശോയെ കൊന്നോമാരില്ലയോ യവൻ. ആ ഒരു യഹൂദന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മട്ടാഞ്ചേരി കടലി വരെ തള്ളിയിട്ട് കണ്ടോ, ദാ കിടക്കുന്ന കാര്യം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കിട്ടിയ ശാപം കണ്ടോ. നിനക്കൊരു സ്വസ്ഥത കാണത്തില്ല. അടുത്ത വാക്ക് യഹൂദൻ വായിച്ചട്ടെ. അടുത്ത വാക്ക്. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. അതാ കിടക്കുന്ന കനാനിൽ നിന്ന് നല്ല പാട്ടുപാടിയ പാർട്ടികൾ. അവിടെ നിന്ന് നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും അടുത്ത കണ്ണും നിരാശയുള്ള മനസ്സും തരും. അയ്യോ, നിരാശയ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ടു. വീടില്ല, കൂടില്ല, പാസ്പോർട്ടില്ല, തലമുറകൾക്ക് അനുഭവിക്കാൻ ഒന്നുമില്ല. അഭയാർത്ഥികളായി ലോകത്തിന്റെ വൻകരകളിൽ. ഇന്ന് രാത്രി വചനം മനസ്സിലായിക്കോണം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. ആ കിടക്കുന്ന ഏത് നിമിഷവും നീ കൊല്ലപ്പെടുമെന്ന്. സ്വത്രം. ഒരുവൻ നോക്കിക്കഴിഞ്ഞാൽ, നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവൻ തുലാസിനകത്ത് തൂക്കിയതുപോലെ യഹൂദൻ നിലവിളിക്കും. അടുത്തത്. രാവും പകലും നീ പേടിച്ച് പാർക്കും. ദാ കിടക്കുന്ന രാത്രിയാകുമ്പോൾ വിചാരിക്കും കർത്താവേ ഒന്ന് നേരം വെളുത്താ മതി. വെളുപ്പാകുമ്പോൾ വിചാരിക്കും കർത്താവേ അടി വരാൻ സാധ്യതയുണ്ടെന്ന്. രാത്രിയായാ കിട്ടിയാ മതി. ഇങ്ങനെ യഹൂദൻ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. അടുത്ത വാക്ക് വായിച്ചിട്ട്. മരണഭയം നിന്നെ വിട്ടുമാറുകയില്ല. മരണഭയം. പുറത്തിറങ്ങി അവനെ കൊല്ലുന്നൊരു കാലം വരും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്തത് യഹൂദൻ അനുഭവിച്ച ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തം, നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും, നിന്റെ സഹോദരങ്ങളെ നിന്റെ മുൻപിലിട്ട് കുത്തുകൊല്ലുമെന്ന്. അതാ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും. അടുത്ത വാക്ക്. നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും. വീട്ടിൽ നിന്ന് വിളിക്കിറങ്ങത്തില്ല. നേരം വെളുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ
ഇരുട്ട് വീണാ മതി, ഏത് സമയവും തലയറ്റു പോകും. അടുത്ത വാക്ക് സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നീ പറയും. രാത്രിയാവും പറയും, ആരെങ്കിലും അക്രമത്തിന് വരുന്നതിൽ നല്ല ഇച്ചിരി വെട്ടം കിട്ടിയാൽ മതി എന്ന് പറയും. യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം, ഗുരു നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അത്തി തളിർക്കുക വേണം. ഇനി അടുത്ത വാക്ക് വായിച്ചാട്ട്. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. ദാണ്ട പണ്ട് ചെങ്കടൽ വിഭജിച്ചപ്പോൾ മിര്യാം എന്ന് പറയുന്ന ഒരു അമ്മാമ തപ്പെടുത്ത് പാടി എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്വോത്രം മിണ്ടുന്നില്ല. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പോയപ്പോൾ മിര്യാം തപ്പെടുത്ത് പാടി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടം ഇനി വരികയില്ലെന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് നീ വചനത്തോട് മറുതലിച്ചാൽ 7 മടങ്ങ് നിന്നെ ഞാൻ ശിക്ഷിക്കും. സ്വോത്രം എത്ര ക്ലിയറായി? ഒരു വർഷ സമയം ഇസ്രായേൽ 360 ദിവസം, 360 7 കൊണ്ട് കൂടിച്ചാൽ 2520. കറക്റ്റ്. BC 606 നെബൂഖദ്നേസർ ദൈവാലയം തകർത്തു. മടങ്ങി 2520 കണക്ക് കൂട്ടുമ്പോൾ കിട്ടും 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ. അതാ അത്തി തളർത്ത കഥ. അങ്ങനെയെങ്കിൽ ഇനി അന്ന് എല്ലാ സ്ഥലത്തും പട്ടിണിയാ. ഇനിയുള്ള വാക്യങ്ങൾ കേട്ടിട്ട് പെന്തക്കോസുകാർ പറയണം, എന്താ ഇവൻ അനുഭവിച്ചത്? ജോസീഫസിന്റെ ചരിത്രത്തിൽ ഒരു കഥയുണ്ട്, കേൾക്കണമേ. അന്ന് ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടക്കുക. ആ സമയത്ത് പട്ടാളം റോന്ത് ചുറ്റുക. അങ്ങനെ പട്ടാളം റോന്ത് ചുറ്റുമ്പോൾ അമ്മച്ചിമാരെല്ലാം കഥ കേൾക്കണം. പട്ടാളം റോന്ത് ചുറ്റുമ്പോൾ അന്ന് പട്ടാളക്കാരൻ പട്ടിണിയാണ്. ഒരു തെരുവിൽ കൂടി പോകുമ്പോൾ നല്ല വറുത്ത മാംസത്തിൻ്റെ മണമടിക്കുന്നു. ആ വറുത്ത മാംസത്തിൻ്റെ മണമടിച്ചപ്പോൾ പട്ടാളക്കാർക്കും വിശപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് പുരയ്ക്കകത്ത് ഓടിച്ചെന്നപ്പോൾ പ്രായമായ ഒരമ്മച്ചി എന്താ പാത്രത്തിനകത്ത് വറുത്ത മാംസം കഴിക്കുകയാ. അമ്മച്ചിയുടെ കയ്യിലെ പ്ലേറ്റിൽ പട്ടാളക്കാർ പിടിച്ചിട്ട് കഴിക്കാൻ മേടിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അത് നിങ്ങൾ കഴിക്കരുത്, വാ കാണിച്ചു തരാം, ഇത് മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെയോ മാംസമല്ല, ദാ കണ്ടു നോക്കൂ, 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് പട്ടിണി കൊണ്ട് ഞാൻ കൊന്നിട്ട് കുട്ടികത്തിനകത്ത് വെള്ളത്തിൽ താത്തിട്ട് അതിൻ്റെ മാംസമാ ഞാൻ വറുത്ത് തിന്നുന്നത്. സ്തോത്രം. ബൈബിളിനകത്തുണ്ടോ അങ്ങനെ കാര്യം? വചനത്തോട് മറുതലിച്ചാൽ 3 ഭാഗങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53-ാമത്തെ വാക്യം, സ്വന്തം മക്കളെ കൊന്നിട്ട് ഫ്രൈ ആക്കി തിന്നും. ഇതാ കാൽവറിയിൽ കിട്ടിയ ശാപം. വായിക്കാം മക്കളെ. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിൽ നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ സ്വന്തം കുഞ്ഞിനെ പുത്രിമാരുടെയും മാംസം നീ തിന്നും. കരമുയർത്തിയാട്ട, ഇതാ അവന്റെ ശാപം. അവന്റെ രക്തം ഞങ്ങളുടെ മേൽ പറഞ്ഞത് എത്രയോ കൊല്ലങ്ങൾക്ക് പിറകിൽ. പക്ഷേ ഇസ്രയേലിൽ സംഭവിച്ച കാര്യം പറഞ്ഞത് തീർന്നില്ല. ഇത് തന്നെ ഇരമ്യാവും പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ എടുത്താട്ട് ഇന്ന് പലരും ഈ ജാതിയെപ്പറ്റി പലരും കുറ്റം പറയുമ്പോൾ ഇവരനുഭവിച്ച കാര്യം ഇരമ്യാ പ്രവചന 19-ാം അധ്യായം 9-ാമത്തെ വാക്യം കർത്തൃദാസൻ വാർച്ച് സഹായിച്ചാട്ട് ഇരമ്യാവിനോട് സ്വർഗം അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും എവിടെ ചെന്നാലും അവൻ അടിയും കല്ലേറുമാ. സ്വോത്രം. അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. കിടക്കുന്ന നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഫ്രിഡ്ജില്ലാഞ്ഞ് കുട്ടുകത്തിനകത്ത് വെച്ചിട്ട് ആ മാംസം തണുപ്പിച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ച് തൊട്ട് തിന്നുന്നൊരു കാലം യഹൂദന്റെ ഇടയിൽ. ഇത്രയും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്തത് അവനേറ്റ ശാപം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 27, 29 ആ വാക്യങ്ങൾ അല്ല, അതിന്റെ 32 വരെ, 26, 27, 29 ബൈബിൾ ഒന്ന് പഠിച്ചാട്ടെ ദൈവമക്കൾ. ലേവ്യ പുസ്തകം 26, 27, 28, 29 വാക്യങ്ങൾ ബൈബിൾ ക്ലിയർ. യഹൂദൻ ചിതറും, കാൽവറിയിലെ ശാപം. വായിക്കാം. ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ അടുത്തത് 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കി തരും. അടുത്തത് നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകയില്ല. ലേവ്യ പുസ്തകം 26, 27, 29 ഏതായ വാക്യം ഒന്നെടുത്താട്ടെ. ഇതെല്ലാമായിട്ടും വായിച്ചോ. ഇതാണ് ഇസ്രായേൽ പഠിക്കാത്തവൻ, അനുസരണ ഇല്ലാത്തവൻ. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെ, പണ്ടേ നിന്റെ ശീലം ഇതാ, നീ വാക്ക് കേൾക്കത്തില്ല. കേട്ടോ,
എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. സ്വർഗത്തിന്റെ ശിക്ഷാവിധി ഒഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അടുത്ത വാക്ക്, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇതാ 2520 വർഷം യഹൂദൻ കഷ്ടത അനുഭവിക്കും. യഹൂദന്റെ കലണ്ടർ ദൈവദാസന്മാർ കേട്ടോണേ. നാളെ ഇത് പറയത്തില്ല, ഒരു വർഷം യഹൂദന് 360 ഗുണം 7 സമം 2520 കൊല്ലം അടിമ വീട്ടായി ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നിന്നെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് കളയും. 2520 കൊല്ലം കറക്റ്റ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം തിന്നും ഇസ്രായേലിൽ. അടുത്തത്, നിങ്ങളുടെ പുത്രിമാരുടെ മാംസം തിന്നും. നിങ്ങളുടെ പുത്രിമാരുടെ പെങ്കൊച്ചുങ്ങളുടെയും മക്കളുടെ മാംസം പട്ടിണി കൊണ്ട് അപ്പനും അമ്മയും കൊന്നിട്ട് തിന്നുവെന്ന് ഇങ്ങനൊരു ജനത. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയും. കണ്ടോ, നിങ്ങളെ മടക്കി വരുത്തും. 32ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് പാസ്റ്ററേ. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. കിടക്കുന്ന പാലും തേനും ഒഴുകുമെന്ന് അപ്പച്ചന് കൊടുത്ത ദേശം ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചാൽ ദൈവം ശൂന്യമാക്കും. പെന്തിക്കോസാർക്ക് സന്തോഷമില്ല. കർത്താവിൻ്റെ 2 വടിയുണ്ട് മക്കളെ. ഇന്ന് നമുക്ക് ആശീർവാദത്തിൻ വടി മാത്രമേ ഉള്ളൂ, സ്വോത്രം. എന്നാൽ ന്യായവിധിയുടെ ഒരു വടിയും കൂടെ ഉണ്ട്, സ്വോത്രം. അത് മനസ്സിലാക്കിയാൽ നല്ലത്. സ്വന്തം ജനമായിട്ട് അവൻ ന്യായം വിധിച്ചു. അടുത്ത വാക്ക് വായിച്ചാട്ട് പാസ്റ്ററേ. അടുത്ത വാക്കൂടെ 32 അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും. കിടക്കുന്ന നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കും. എങ്കിൽ ഇസ്രയേൽ മടങ്ങി വരണം. അന്നത്തെ കാര്യം കേൾക്കണോ? വീട്ടിനകത്ത് ശിക്ഷാവിധി. ഒരു കുഷ്ഠം വന്നാൽ യഹൂദനെ അടിച്ചു കൊല്ലും. ടൈഫോയിഡ് വന്നാൽ യഹൂദനെ അടിച്ചു കൊല്ലും. അവിഹിത ഗർഭം സംഭവിച്ചാൽ വഴിയെ പോകുന്ന യഹൂദനെ അടിച്ചു വന്നാൽ അന്നത്തെ നാട്ടുകാർ പറയും മോക്ഷം കിട്ടും, മോക്ഷം കിട്ടും. ഈ ഒരു വാക്ക് വചനത്തോട് മറുതലിച്ചാൽ, പ്രസംഗത്തിന്റെ 1-ാം ഭാഗം വായിക്കാം. സങ്കീർത്തനം 50:22 വാക്യം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ, ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വന്തം ജനം, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളാതെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന വചനത്തിന്റെ നിവർത്തി സങ്കീർത്തനക്കാരനോട് ചേർന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ വചനത്തെ മറക്കുന്നവരെ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുവീൻ. രാത്രി അങ്ങനെയെങ്കിൽ ഈ ജനം മടങ്ങി വരണം. ഇനി ആ കഥ 2 ഭാഗം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ബാക്കി നാളെ. ലോകത്തിൻ്റെ 5 വൻകരകളിൽ ആ കാലഘട്ടത്തിൽ ഇവൻ ചിതറി. ഇനി അടുത്ത വാക്യം കേട്ടോണം. 1867 ഇസ്രയേലിൻ്റെ മടങ്ങി വരവ്. അത്തിതളിർത്ത കഥ. 1867 ഈ ഫ്രാൻസിൽ ഒരു മിലിറ്ററി കോൺഫറൻസ്. ആ മിലിറ്ററി കോൺഫറൻസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു ചെറുപ്പക്കാരൻ, യഹൂദ വക്കീല തിയോഡർ ഹെർസൺ. ഈ മിലിറ്ററി കോൺഫറൻസ് നടക്കുമ്പോൾ രാവിലെ പട്ടാളക്കാരുടെ മാർച്ച് പാസ്റ്റ്, നമ്മുടെ നവകേരളയിൽ ഇപ്പം രാവിലെ മന്ത്രിമാർ നടക്കുന്ന പോലെ മാർച്ച് പാസ്റ്റ്. യവൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊരു ലോഡ്ജിൻ്റെ മേളിലിരുന്ന 867 രാവിലെ ഈ മാർച്ച് പാസ്റ്റ് ഫ്രാൻസിൻ്റെ പട്ടണത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നത്? പിറകിൽ കിടന്ന് നടന്നു പോയ 2 കമാൻഡർമാർ ഫ്രാൻസുകാർ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എടുത്തിട്ട് അടിച്ചു കൊല്ലുന്നു. ഇവൻ ഈ കെട്ടിടത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഓടി ചെന്നിട്ട് പറഞ്ഞു, അവർ കമാൻഡർമാരിൽ എന്തിനാ കൊല്ലുന്നേ? അപ്പം ഫ്രാൻസിലെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്മാർ ആരാണെന്നറിയാമോ? യേശുവിനെ ക്രൂശിച്ചവരാ, യഹൂദന്മാരാ. അതുകൊണ്ട് എവരെ കൊന്നാൽ ഞങ്ങൾക്ക് പുണ്യം കിട്ടും. സ്വോത്രം. തീർന്നില്ല. അടുത്തത് നിങ്ങൾ കേൾക്കണം. ബ്രിട്ടന്റെ മാർക്കറ്റിനകത്ത് യഹൂദന്റെ തലയറത്തിട്ട് അവന്റെ കൊഴുപ്പിനകത്തുനിന്ന് സൂപ്പുണ്ടാക്കി. മസാദ് കൂട്ടക്കൊല. ജയിലിനകത്ത് കിടന്ന സകല യഹൂദനെയും കൊന്നു. ഹിറ്റ്ലർ ഏറ്റവും വലിയ ചക്രവർത്തിയാ. 60 ലക്ഷം യഹൂദന്മാര് എവിടെ കൊണ്ടുപോയി? ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കോമ്പൗണ്ടിനകത്ത് കയറ്റി. ഭയങ്കര ചൂടായിരുന്നു. വെള്ളത്തിന് വേണ്ടി ടാപ്പ് തുറന്നപ്പോൾ ഗ്യാസാ കിട്ടിയത്. 60 ലക്ഷം യഹൂദന്മാരെ കൊന്നവനാ ഹിറ്റ്ലർ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അന്ന് അവൻ
ഈ ജേർണലിസ്റ്റ് തിയോഡർ ഹെർസൺ, ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം നേടി കൊടുത്ത ചെറുപ്പക്കാരൻ, അവൻ റൂമിലോട്ട് വന്നിട്ട് പേപ്പറെല്ലാം വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് അവൻ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ തന്ന മാർഗം ഞങ്ങൾ തെറ്റിച്ചിട്ട് പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് വേടിച്ച ശാപത്തിൽ ലോകത്തിലെ 5 വൻകരകളിൽ ഞങ്ങൾ ചിതറി അടിമേടിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് നീ തരണമേ. കരമുയർത്തുന്നവർക്കായി, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെ ഇറങ്ങിയെന്നറിയാമോ? ആ റൂമിനകത്തിറങ്ങി. അന്ന് അവനൊരു ബുക്ക് എഴുതി കേട്ടോ. ആ ബുക്ക് യഹൂദ സംസ്ഥാനം, ജൂയിഷ് സ്റ്റേറ്റ്, സിയോൻ സംഘം എന്ന് പേരിട്ടു. 1867 ഈ ബുക്ക് കേട്ടോ മക്കളെ. 30 വർഷം ലോക രാജ്യങ്ങളിൽ മുഴുവൻ പ്ലെയിനില്ല, ട്രെയിനില്ല, കപ്പല അന്നുള്ളത്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഈ യഹൂദന്റെ ബുക്കെത്തി. 1897 കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. 897 സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അതിൻ്റെ ബീച്ചിങ്ങിൻ്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ചില സ്ഥലത്തെ യഹൂദന്മാർ ചെന്നിട്ട് അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ പീലാത്തോസിൻ്റെ അരമനയിൽ മേടിച്ച ശാപം തലമുറകളായ തലമുറകൾ ഞങ്ങൾ പേറുന്നു, തെറ്റിപ്പോയി. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? അന്ന് അവരൊരു മൂവ്മെന്റ്, പ്രാർത്ഥനാ മൂവ്മെന്റ് നേതൃത്വം കൊടുത്തു. ആ മൂവ്മെന്റിന്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെന്റ്. ആ സിയോണിസ്റ്റ് മൂവ്മെന്റിനകത്ത് ഒരു കാര്യം സംഭവിച്ചു. ഒരുത്തനെ അതിന്റെ പ്രയർ ലീഡറാക്കി. അവന്റെ പേരാ യഹൂദനായ റഷ്യയിൽ പൗരത്വമുള്ള ശാസ്ത്രജ്ഞൻ ചിയ വൈസ്മാൻ. അവനെ ഇതിന്റെ നേതാവാക്കി. അപ്പോൾ ദൈവം ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഒരു പ്ലാൻ അതിൻ്റെ നടുവിൽ കൊടുത്തു. അതിൻ്റെ പേര് 1-ാം ലോക മഹായുദ്ധം. ഇസ്രായേലിന്റെ മടങ്ങി വരവ്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും. ഇനിയുള്ള കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ കഥ കേൾക്കുന്ന കാര്യം എന്നറിയാമോ? പറഞ്ഞു തരാം. അന്നേ 1910 കറക്റ്റ് ആയിരിക്കണം ബൈബിളും പ്രവചനവും. 1910 ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് സെർബിയ. സെർബിയയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു. ഓസ്ട്രിയയിൽ രാജാവിൻ്റെ പേര് ഫെർഡിനൻഡ്, ഭാര്യയുടെ പേരെന്താണെന്നറിയാമോ? സോഫിയ. ഇവർ രണ്ടുപേരോട് ഒരു വാഹനത്തിനകത്ത് എക്സിബിഷൻ കാണാൻ പോയി. കഥ കേൾക്കണം. 1-ാം ലോക മഹായുദ്ധം. അവർ ബോർഡറിലെത്തിയപ്പോൾ അവരുടെ കാറിൻ്റെ മേളിൽ ഒരു കല്ല് വീണു. ഡ്രൈവറിൻ്റെ അപ്പുറത്ത് അംഗരക്ഷകനിരുന്നു. അംഗരക്ഷകൻ ഈ കല്ലേറിൽ കുഴഞ്ഞുപോയി. അവൻ മരിച്ചു. അവൻ്റെ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടുപോയി സെർബിയയിൽ. ഈ അംഗരക്ഷകനെ ആശുപത്രി കയറ്റിയിട്ട് രാജാവ് പുറത്ത് നിന്നപ്പോൾ ഒരു പടയാളി വന്ന് ഫെർഡിനൻഡ് രാജാവിനെ കുത്തിക്കൊന്നു. ലോകം 2 ചേരിയിലായി. കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും. ഒന്ന്, ബ്രിട്ടൻ ആരോടെ ചേർന്നു? ഓസ്ട്രിയയോടെ ചേർന്നു. ജർമ്മനി സെർബിയയോടെ ചേർന്നു. ആദ്യം പടലപ്പിണക്കം. 1914 1-ാം ലോക മഹായുദ്ധം. ലോകം 2 ചേരിൽ. സംഭവം നിസാരം. സെർബിയയിൽ എക്സിബിഷൻ കാണാൻ പോയ ഓസ്ട്രിയയുടെ ചക്രവർത്തിയായ ഫെർഡിനൻഡിന്റെ അംഗരക്ഷകന്റെ മേൽ ഒരു കല്ല് വീണു. ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി മരിച്ചു. കാത്തു നിന്ന രാജാവിന്റെ നെഞ്ചത്ത് സെർബിയയുടെ പടയാളി കുത്തിയിറക്കിയ കത്തിയാൽ ലോകം 2 ചേരിയിൽ മാറി. 1914 മുതൽ യുദ്ധം തുടങ്ങി. ഇതാ ഇസ്രായേലിന്റെ മടങ്ങി വരവ്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. 1914 മുതൽ 17 വരെ യുദ്ധമാ തുടങ്ങുക. ആ സമയത്ത് ബ്രിട്ടൻ ആയുധം കിട്ടിക്കൊണ്ടിരുന്ന ചിലിയിൽ നിന്ന് കടൽ വഴി. പക്ഷെ ജർമ്മനിയുടെ കപ്പൽപ്പട കടൽ മുഴുവൻ നിരന്ന് കിടക്കുക. ബ്രിട്ടനിൽ ആയുധമില്ല. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ടുപോകാനും മാർഗമില്ല. കടൽ കപ്പൽപ്പട. അന്നത്തെ സംഭവം കേൾക്കണം. എന്താ അന്നത്തെ സംഭവം എന്നറിയാമോ? ബ്രിട്ടന്റെ ഭരണാധികാരികൾ. 1, ആ ബ്രിട്ടനിലെ ചക്രവർത്തി ഡേവിഡ് ലോയൻ ജോർജ്. 2, ഗവർണർ ആർതർ ബാൽഫോർഡ്. അടുത്തത് കമാൻഡറിന്റെ പേര് ഡേവിഡ് അലൻബി. അവർ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ തകരാറായി. അങ്ങനെയെങ്കിൽ ഇത് വീഴാൻ സാധ്യത. ആര് രക്ഷപ്പെടുത്തുവാൻ കഴിയും? അന്ന് ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ സിയോൺ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരുവനുണ്ട്, ചിയാം വൈസ്മാൻ. അവനെ നേരെ വിളിച്ചു കൊട്ടാരത്തിൽ, യഹൂദ, നീ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ ഞങ്ങൾക്കൊരു പദ്ധതി വെച്ച് തരണം. ഇനി എല്ലാവരും ബൈബിൾ എടുക്കുമ്പോൾ വാക്യം കേൾക്കണം. അന്ന് അവൻ കൊട്ടാരത്തിലേക്ക് വന്നു.
അന്ന് എന്താ ചെയ്തത്? കടലിൽ കൂടെ ആയുധം കൊണ്ടുവരാൻ ജർമ്മനി സംഭവിക്കത്തില്ല. അവിടെ കപ്പൽ പട കിടക്കുക. 48 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തെ ഇല്ലാതാക്കും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അന്ന് സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് TNT, ട്രൈനൈട്രോ ടൊളുവിൻ, ആറ്റം ബോംബിന്റെ അനിയനായ ട്രൈനൈട്രോ ടൊളുവിനെ ആരുണ്ടാക്കിയെന്നറിയാമോ? ഗ്രനേഡ് ആരുണ്ടാക്കി? നമ്മുടെ ചിയാം വൈസ്മാൻ ഉണ്ടാക്കി. പക്ഷേ ഇത് സമുദ്രത്തിനകത്ത് കടത്തിവിടുവാൻ അവൻ്റെ കയ്യിൽ ഒരു മാർഗവും ഇല്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. എന്നാൽ അന്ന് അവൻ്റെ പരീക്ഷണശാലയിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പ്രതിസന്ധികൾ നിനക്ക് നേരെ ആഞ്ഞടിക്കും, പ്രതികൂലം നിനക്ക് നേരെ ആഞ്ഞടിക്കും. രാജ്യം പറയും നീ തകരുമെന്ന്, പട്ടണം പറയും നീ തകരുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറയണം, യഹോവയുടെ പുസ്തകത്തിൽ കരമുയർത്തുന്നവർക്കായി, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? അന്ന് ഈ ട്രൈനൈട്രോ ടൊളുവിന് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38, 22, 23 വാക്യങ്ങൾ. ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കിടക്കുന്ന ഇയ്യോബിനോട് സ്വർഗം ചോദിക്കുക, ഇയ്യോബേ നീ ഹിമത്തിന്റെ ഐസ് ക്യൂബിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? അടുത്ത വാക്ക്, കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും ഓരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഓരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു. അവന്റെ തലയ്ക്കകത്ത് ബുദ്ധിമണ്ഡലം പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചു. അതാ ഹിമത്തിന്റെ ഭണ്ഡാരം, ഐസ് ക്യൂബ് അവന് പിടികിട്ടി. സമുദ്രത്തിനടിയിൽ കൂടി ഈ മഞ്ഞുകട്ടയ്ക്കകത്ത് ട്രൈനൈട്രോ ടൊളുവിൻ ഗ്രനേഡ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പ്രകടനം നടക്കുമ്പോൾ എറിയുന്നത് പോലെ എറിയുവാൻ ഇത് പ്ലാസ്റ്റിക് പേപ്പറിനകത്താക്കി അവൻ പൊതിഞ്ഞു. കേട്ടോ, 48 മണിക്കൂറേ ബാക്കിയുള്ളൂ ജർമ്മനിയുടെ കപ്പൽപ്പട ബ്രിട്ടനെ തകർക്കുവാൻ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ കരം എവിടെ? സ്വോത്രം. 24 മണിക്കൂർ കൊണ്ട് ബ്രിട്ടനിലെ ഐസ് ഫാക്ടറി എല്ലാം ക്ലിയർ ആക്കി. ഐസ് ക്യൂബുകളില്ലാത്തെല്ലാം എന്ത് ചെയ്തു? പ്ലാസ്റ്റിക്കിന്റെ ഈ കവറിനകത്ത് ഗ്രനേഡ് വെച്ചു. ഈ ശാസ്ത്രജ്ഞൻ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിന്ന് ഒരു ബൈനോക്കുലർ സ്ഥാപിച്ചു. പടയാളികളോട് പറഞ്ഞു വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടേക്കാൻ. റഡാറിനകത്ത് പോലും കാണാൻ പറ്റുമോ? ഐസ് ക്യൂബ് ഒഴുകി ജർമ്മനിയുടെ കപ്പൽപ്പടയുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്നത് പോലെ യഹൂദനായ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തെന്നറിയോ? കൈവച്ച് റിമോട്ടിനെ പൊട്ടിക്കാൻ തുടങ്ങി. സമുദ്രത്തിനകത്ത് ഗ്രനേഡ് പൊട്ടി. ജർമ്മനിയുടെ 8 കപ്പൽ പാടാ സമുദ്രത്തിനകത്ത് വീണു. ജർമ്മനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പരാജയപ്പെട്ടു, ബ്രിട്ടൻ ജയിച്ചു. കരമുയർത്തുന്നവർക്കായി ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ യഹൂദന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിച്ച കരം, സ്വർഗത്തിലെ തിരുവചനം. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. സ്വോത്രം. ആരുടെ വചനമാ? ഇയ്യോബ്. ആരാ ഇയ്യോബ്? ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ, മിണ്ടുന്നില്ല. ആടുമാടുകൾ, 10 മക്കൾ എല്ലാം പോയി. അവസാനം എന്താ സംഭവിച്ചത്? ഒരോട്ട് കഷണമെടുത്ത് പരുക്കൽ ബാധിച്ച ശരീരം അവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൂടെ 3 കൊച്ചുപദേശിമാരുണ്ടായിരുന്നു. ഭാര്യ എലീഫസിനും ബിന്ദാദിനും അൽഫകാമും കുഴിമന്തി. പാവപ്പെട്ട ഇയ്യോബിന് പശുവിനെ കെട്ടുന്ന തൊഴുത്തിയിട്ടിരിക്കുക. സ്വോത്രം. അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ, കരമുയർത്തുന്നവർക്കായി ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇന്ന് രാത്രി അമ്മച്ചിമാരെ, സഹോദരിമാരെ, ഈ കൺവെൻഷൻ വന്നപ്പോൾ സാത്താനെ ഒരു വിസിറ്റ് വിസ എടുത്ത് ഉയരത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മത്സരിക്കുമെന്നല്ല, പിണറായി സഖാവിൻ്റെ നവകേരള സദസ് എന്തായെന്നല്ല, കരമന കളിക്കാവള വന്നോന്നല്ല, വിഴിഞ്ഞൻ ടെർമിനൽ ഓപ്പണായോന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറയുക. പ്രസംഗിക്കുന്നവരെ ലോകം മുഴുവൻ അറിയൂ, സ്റ്റേജിനകത്ത് പാടുന്നവരെ ലോകം മുഴുവൻ അറിയൂ, സഭയുടെ പ്രസിഡന്റിനെ, സെക്രട്ടറി സകലരും അറിയൂ. എന്നാൽ അമ്മച്ചി അപ്പച്ച കൺവെൻഷൻ്റെ ആദ്യ രാത്രി പാടാം, പായിട്ട് മുട്ടുമടക്കി ദൈവസന്ധിയിൽ കരയുന്ന നിന്നെ പറ്റി എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തുവാൻ കഴിയുക? പായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ പറ്റി സ്വർഗത്തിനൊരു പദ്ധതി ഉണ്ട്. ഇവിടെ പേരില്ലേലും, ഇവിടെ കമ്മിറ്റിക്കകത്ത് അംഗമല്ലെങ്കിലും, ഇവിടെ കുറെ കാശില്ലെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്നവനെ പറ്റി സ്വർഗത്തിനകത്തൊരു ക്ലെയിമുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഈ രാത്രി കേട്ടോ. ഈ പടപടാ ഈ കപ്പലുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ യുദ്ധം വിജയിച്ചു.
യുദ്ധം വിജയിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ആർതർ ബാൽഫോർഡ്, ഡേവിഡ് ലോയൻ ജോർജ്, അലൻബി യഹൂദ ശാസ്ത്രജ്ഞനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഒറ്റ ഒരുത്തനാ ഈ യുദ്ധം ജയിപ്പിച്ചത്, എന്തോ നിനക്ക് പ്രതിഫലം വേണം. എന്നെ പോലുള്ള ഉപദേശിമാരാന്നേ പറഞ്ഞ കൺവെൻഷൻ ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്യില്ല. അമേരിക്കയ്ക്ക് ഒരു വിസയും തരണം, അച്ചായ പറ്റുമെങ്കിൽ ഒരു കാറും തരണമെന്ന്. സ്വത്രം. അതൊന്നുമല്ല. ആരാ പറഞ്ഞ്? സിയോൻ സംഘത്തിന്റെ ചിയാം വൈസ്മാൻ പറഞ്ഞൊരു കൊണ്ട്, സാറേ, ഞങ്ങളുടെ പിതാക്കന്മാർ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിക്കിടക്കുമ്പോൾ ഒരു കോളനി പോലെ ഞങ്ങൾക്ക് കാലുകുത്തുവാൻ ഒരു സ്ഥലമില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ചവിട്ടിയ മണ്ണിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണം. കരമുയർത്തുന്നവർക്കായി. ആ വിളംബരത്തിന്റെ പേരാ 1917 നവംബർ മാസം 12-ാം തീയതി ഈ ലോക ചരിത്രത്തിൽ ഒരു വിളംബരം വന്ന്, ആർതർ ബാൽഫോർഡ് വിളംബരം. സ്വത്രം. അന്നാരാ ഇസ്രായേൽ ഫലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്ന ആരാന്നറിയാമോ? റോമിലെ, ഈ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം. ഈ യഹൂദന്മാർ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ, ഞങ്ങളുടെ കുറച്ച് ഭൂമി തരണമെന്ന് യുദ്ധത്തിന് മുമ്പിട്ട്. അന്നേരം പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞ്, ഈജിപ്തിൽ കൂടെ വിടുകുന്ന നൈൽ നദി കറങ്ങി യെരുശലേമിൽ വന്ന അന്ന് നിങ്ങൾക്ക് ഭൂമി തരാമെന്ന്. സ്വത്രം. അർത്ഥം, ഇവരെ കളിയാക്കി വിട്ടെന്ന്. ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി ഒരു വെടി പോലും വെക്കാതെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ആദ്യത്തെ അത്തിച്ചെടി കുഴിച്ചു വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം കൊടുത്തു. കൺവെൻഷന്റെ ആദ്യ രാത്രി പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. കരമുയർത്തുന്നവർക്കായി. ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിലത്ത് വേർ കെട്ട് പഴകിയാൽ, നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ അത് പൊട്ടി പുറപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ 30 വർഷം യഹൂദന്റെ കണ്ണുനീരിന് മുമ്പിൽ ഒരു ബുക്കിലെറ്റുമായി അവർ കരഞ്ഞപ്പോൾ ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് ചിതറിയ യഹൂദന് മടക്കി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. രാഷ്ട്രം കിട്ടിയില്ല. പൗലോസ്ലീഹ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി പറയണം, ഒരുവന്റെ കണ്ണീരും തിരുവചനവും ഒരു കൂട്ടം ജനം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ രാജാവ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണുനീരിന്റെ മറുപടിയായി യഹൂദനെ കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. സഹോദരി, യഹൂദനെ പോലെ നിന്നെയും തള്ളിയിട്ടിരിക്കാം. പക്ഷെ നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ആരൊക്കെ നിന്നെ തള്ളിയാലും ഇയ്യോബിനോട് ചേർന്ന് ഈ രാത്രി 14, 7, 8, 9 വായിക്കണ്ട. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും കുറ്റി നിലത്ത് കെട്ടുപോയാലും വേർ പഴകിയാലും കണ്ണീരിന്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിർക്കും. ഇതാണ് ഇസ്രായേൽ 4 ഭാഗങ്ങളായി. 1 ബാബേൽ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീസ്, 4 റോം. ആരൊക്കെയാ? വെട്ടിൽ വെട്ടി, തുള്ളൻ തുള്ളി, വെട്ടുക്കിളി നറുക്കി, പച്ചപ്പുഴു അതിനെ നാക്കി. അതിൻ്റെ നടുവിൽ നിന്ന്, പ്രാർത്ഥനയുടെ നടുവിൽ നിന്ന് അവൻ എഴുന്നേറ്റെങ്കിൽ ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. ഒറ്റ വാക്യവും കൂടെ. 1910 മാരാമൺ കൺവെൻഷൻ. അന്നൊരു ഇംഗ്ലീഷുകാരൻ മിഷനിൽ വന്ന് ജോൺ ടി വാക്കർ 1910 ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദൻ എഴുന്നേൽക്കാറായി, നാഥന്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ. വായിക്കുന്നു യെസക്കേൽ പ്രവചനം 11-17 വാക്യങ്ങൾ വായിച്ചാട്ട്. ആകയാൽ നീ പറയേണ്ടത്, ആകയാൽ യെസക്കേലിനോട് സ്വർഗം പറഞ്ഞു, ഇതാ മാരാമൺ 1910 പ്രസംഗിച്ച പ്രസംഗമാ, യഹൂദൻ മടങ്ങി വരും. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് ശേഖരിച്ച്, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ശേഖരിച്ച് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമുയർത്തുന്നവർക്കായി അത്തി തളിർത്തു കൊമ്പിളതായി 1-ാം ഭാഗം. ഇന്ന് രാത്രി പൗലോസിനോട് സ്വർഗം അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ
അവരെ അംഗീകരിച്ച് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അത്തിച്ചെടി കുളിച്ചു വച്ചെങ്കിൽ താമസമിന ഇത് തളിർത്ത് പന്തലിക്കുമ്പോൾ ഒരു യുദ്ധം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ആ യുദ്ധത്തിന്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധം. അതിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിയെങ്കിൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്നു. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. കാവല്ലൂരെ, ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒന്നില്ല, ഒന്നേകാലില്ല, രണ്ടില്ല, ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഇന്ന് രാത്രി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിന്റെ പേരേതാ? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 10 രൂപ കൊടുക്കാം. എവിടെ നിൽക്കാം? തമിഴ്നാട്ടുകാർ അരുമയാണ് ഹോട്ടൽ இருக்குது. അങ്ക ചപ്പാത്തി സാപ്പിടാം, ആ മസാല ദോശ, അതിനുശേഷം നല്ല വട, ഇതെല്ലാം കഴിക്കാം. ട്രെയിനിൽ കയറാൻ മുടിയാതെ തമ്പാനൂരിൽ ചെല്ലുമ്പോൾ മേലത്തെ നില, നിങ്ങൾ തിരുവനന്തപുരംകാരാ, മുഴുവനോടെ യാത്ര ചെയ്യുന്നത്. അവിടെ കൗണ്ടറിൽ 4-5 പോം കാണും. പെൺകൊച്ചിന് എഴുതി കൊടുക്കും തൃശ്ശൂർ വണ്ടിയപ്പോൾ. പെൺകൊച്ച് പറയും 9:30 മുമ്പ് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ജയന്തി ജനതയുണ്ട്, സ്ലീപ്പർ വേണമോ, AC വേണോ? പെൺകുട്ടി പറയും ഈ ഒരു സ്ലീപ്പർ 190 മേടിക്കും. എഴുതും SLR 3, സീറ്റ് നമ്പർ 20. പണം മേടിക്കുമ്പോൾ ചോദിക്കും, കൊച്ചേ മൊബൈൽ നമ്പർ കൂടി ഞാൻ പറഞ്ഞേക്കാം. സ്വത്രം. അപ്പം തന്നെ പണം മേടിക്കും, മൊബൈൽ നമ്പർ കീ കൂക്കു. താഴെ വന്ന് 10 രൂപ കൊടുത്ത് അന്നായിൽ നിന്നൊരു ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കുമ്പോൾ ഒരറിയിപ്പ്, यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाറ്റ്ഫോം പഞ്ചക. സന്തോഷമില്ലല്ലോ? അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ വരും കമ്പാർട്ട്മെൻറ്റുകൾ. അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ കീ കൂക്കു റെഡിയാക്കിക്കോളാം. സ്വത്രം. അതുപോലെ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികത്ത് നിന്ന് പോകും. അല്ല, രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ പരിശുദ്ധാത്മാവിനെ അകത്തളത്തിൽ പ്രാപിച്ച ദൈവമക്കൾ പറയും, കാഹളനാദം മുഴങ്ങാറായി, എൻ്റെ കമ്പാർട്ട്മെന്റുകൾ വരുവാൻ കാലമായി. ഈ സത്യവചനം കേട്ടിട്ട് ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളെ മടങ്ങി വാ. പഴയ നിയമത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്താം. ശൗൽ കഴുതി അന്വേഷിച്ച് പോയവന് ഇസ്രയേലിൻ്റെ രാജാവാക്കി മാറ്റി. എന്താ ചെയ്തത്? അവനൊരു കാര്യം ചെയ്തു. അവൻ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ടു. അവൻ്റെ മകൻ ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ യോനാഥാൻ. അപ്പൻ്റെ പാരമ്പര്യത്തിൽ ആ കുഞ്ഞും നിന്നു. ഗിൽബോറ പർവ്വത നിര, അവിടെ ഒരു സംഭവം നടന്നു, ഭയങ്കരമായ യുദ്ധം. ഈ മകൻ അവിടെ പട്ടുവീണു. ദാവീദിനെതിരെ കുന്തമെറിഞ്ഞ ശൗൽ അവസാനം തൻ്റെ കയ്യിലിരുന്ന കുന്തമെടുത്ത് കഴുതെ അന്വേഷിച്ച് പോയ ശൗൽ കുത്തി അവിടെ മരിച്ചു. ദാ കിടക്കുന്നു. തീർന്നില്ല. 2, പാരമ്പര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന മകനും തീർന്നു, അപ്പനും തീർന്നു. എന്നാൽ പഴയ നിയമത്തിൽ 3 അപ്പന്മാരുണ്ടായിരുന്നു, കോരഹ്, ദാഥാൻ, അബീരാം. അവർ ദൈവസഭയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ട് നിന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞ, അപ്പച്ചാ പള്ളിക്കെതിരെ നിൽക്കരുത്, യഹോവയുടെ ആലയത്തിനെതിരെ മറുതലിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധി താങ്കൾക്ക് നേരെ വരും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇന്ന് രാത്രി കേൾക്കണോ? കോരഹിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പച്ചന്മാരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല. ഈ കുഞ്ഞുങ്ങളെ മലയാളത്തിൽ ഒരു ഭാഷയിൽ ഞാൻ വിളിക്കും, കൊണപ്പെടാത്ത അപ്പൻ്റെ കുണം പിടിച്ച മക്കൾ. സ്വോത്രം, സ്വോത്രം. അവർ മാറി നിന്നു. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കാവല്ലൂർ ദൈവസഭ ഞങ്ങൾ കേറിയില്ലേലും വേണ്ടിയല്ല, വാതക്ക നിന്ന് ഒരു ഹല്ലേലൂയ പറയുവാൻ സ്വർഗമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി യോനാഥാൻ പാരമ്പര്യത്തിൻ്റെ പടുകുഴിയിൽ അപ്പൻ്റെ കൂടെ ചേർന്നപ്പോൾ ഗിൽബോറ പർവ്വതനിരയിൽ അവൻ പട്ടുപോയി. അപ്പൻ്റെ പാരമ്പര്യം വിട്ട് ഉയരത്തിലേക്ക് നോക്കി. പള്ളിക്കകത്ത് കയറിയില്ലെങ്കിലും പുറത്ത് നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ ആ കുഞ്ഞുങ്ങൾ പദ്ധതി വച്ചപ്പോൾ സങ്കീർത്തന ഭാഗം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ആലയത്തിനോട് മറുതലിച്ച ദാഥാൻ, അബീരാം, കോരഹ് ഭൂമി നെടുകെ പിളർന്ന് വിഴുകിക്കളഞ്ഞു. ഇന്ന് രാത്രി എന്താ വചനം? വഴിയിൽ വച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പീൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കണ്ടോ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം,
ഇന്ന് രാത്രി മൃത്യു പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാംക്ഷിച്ചിരുന്ന് കാത്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും മരണം പിടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വണ്ടി ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഒരു പഴയ സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ കാനം ചേട്ടനും യാത്രയായി. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം, തൊഴിലാളിയായാലും മരണം, മുതലാളിയായാലും മരണം. മക്കളെ, എന്നാൽ ഇന്ന് രാത്രി പറ, മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആ രക്ഷിതാവായി സ്വീകരിക്കും. അവനൊരു പ്രത്യാശയുണ്ട്. കപ്പക്കാലയിൽ മരിക്കാം, കവലയിൽ മരിക്കാം, പ്രസംഗ സ്ഥലത്ത് മരിക്കാം, കോവിഡ് ബാധിച്ച് മരിക്കാം, ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് മരിക്കാം. പക്ഷേ മരണത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് വന്ന് ഗംഭീരനാദത്തിൽ മാടി വിളിക്കുവാൻ ചേതനയറ്റ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്നപ്പോൾ ആ ഗംഭീരനാദത്തിൽ മനുഷ്യൻ ഉയർത്തു. ലാസർ ഉയർത്തതുപോലെ ഒടുക്കലത്തെ കാഹളത്തിങ്കൽ അവൻ്റെ ശബ്ദത്തിൽ മനുഷ്യർ ഉയർക്കുവാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലോകരാജ്യം അസ്തമിക്കാറായി. നാഥന്റെ വരവ് ഇവിടെ സംഭവിക്കുവാൻ കാലമായി. പൗലോസിനോട് ചേർന്ന് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. അത്തിച്ചെടി കുഴിച്ചു വെച്ചതേ ഉള്ളൂ. ഈ തലമുറയിൽ കർത്താവ് വരും. ബാക്കി ഭാഗങ്ങൾ നാളെ രാത്രി. ഇന്ന് രാത്രി ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത കാവല്ലൂരിൽ വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ബ്രദർ സിസ്റ്റർ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി തീർന്ന യേശുവിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വരാറായി. One more time, the first day. Are you watching on media? Otherwise, hear this voice at anywhere staying your house or your vehicle in terrace. All my brothers and sisters, all my fathers and mothers, my children, this is the last moment. At everything possible for an endurable war. The war is hidden in this world. ആ ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ് യേശു പോയപ്പോൾ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. എഴുന്നേൽക്കാം, കുഞ്ഞാടതിൽ വിളക്കാണ്. ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമെന്ന് എല്ലാ കരങ്ങളും അടിച്ച് കൃത്യസമയം 5 മിനിറ്റ് മുന്നോട്ട് പോയില്ല. ഇന്ന് രാത്രി എല്ലാവരും ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകിൽ വചനം, മറു ചിറകിൽ ആരാധന. അങ്ങനെയെങ്കിൽ എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന് ശക്തിയോട് കരമടിച്ച് ഇന്ന് രാത്രി ആരാധിച്ചാട്ടെ. രീക ചാനക ബൗദ്ധ മനാദന ബന്ധൽ കമന എല്ലാ കരങ്ങളും അടിച്ച് Yes, Lord. ശക്തിയോടെ കാവല്ലോ. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ദേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ദേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവന്റെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവന്റെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങ് കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങ് കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട,
യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോ പടകിലും. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോ കടലിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കരങ്ങളെ അടിച്ച് ആരാധിച്ചാണ് എല്ലാ കെട്ടുകൾ വഴിയുന്ന രാത്രി, രാത്രി എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആത്മഹത്യകളും, എല്ലാ തലരോഗങ്ങളും ഈ രാത്രി കർത്താവിന്റെ കൃപയാൽ അഴിഞ്ഞു മാറട്ടെ. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാണ് ഈ കക്ഷാനക ബൗദ്ധ മനാതന ഭക്തൽ ഭ്രമണം രക്തല വടുതല അർജുന വൈണവനത്തിൽ യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. Thank you Lord, the mighty presence of Holy Spirit. നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി. Thank you Lord, the precious moment. Come to the Holy Spirit, to the ground. പീലാത്തോസിന്റെ അരമനയിൽ രണ്ട് കൂടുകൾ, ഒന്നിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റേതിൽ ബറബാസ്. യഹൂദന്റെ പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. യേശുവിനെ ക്രൂശിക്കാം. അപ്പോൾ തന്നെ വിധിന്യായം പീലാത്തോസ് എഴുതി, കൈ കഴുതി അപ്പോഴേ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവിടം വരെ ഉപദേശിമാര് പ്രസംഗിക്കും. അതിനുശേഷം ഒരു ഭാഗമുണ്ട്, ഉച്ച കഴിഞ്ഞ ആർക്ക് വിടുതൽ കൊടുക്കുന്നത്? ബറബാസിന്. കൂട്ടിന്നിറങ്ങിയ ബറബാസ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായി, യേശു എവിടാ കുഞ്ഞുങ്ങള്? അവര് പറഞ്ഞ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ഓടി ബറബാസ് കൂട്ടിൽ നിന്ന്. അവന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കാൽവറി മല. ആ കാൽവറിയിൽ മലയിൽ കണ്ട കാഴ്ച, ഇരു കള്ളന്മാരുടെ നടുവിൽ ചേതനയറ്റ ശരീരവുമായി എന്റെ യേശു തൂങ്ങിക്കിടക്കുന്നു. ദൂരെ നിന്ന് ചങ്കത്ത് കൈകൊണ്ടിടിച്ചിട്ട് അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ക്രൂശാണ്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവുമില്ല. അവൻ ഓടി അടുത്ത സ്റ്റെപ്പായി കാൽവറിയിലേക്ക് ചെന്നു. ചേതനയറ്റ യേശുവിന്റെ പാതാരവിന്ദങ്ങളിൽ കെട്ടിപ്പിടിച്ചെന്ന് ചരിത്രം. അവൻ ഉള്ളുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിന്റെ തലയിൽ 156 മുള്ളുള്ള കിരീടം അടിച്ചിറക്കി. എനിക്ക് വേണ്ടി നിന്റെ കരങ്ങളിൽ പീലാത്തോസിന്റെ ആണികളാൽ തകർക്കപ്പെട്ടു. പെരിട്ടോണിയസിന്റെ ചാട്ടവാറാൽ നിന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി. ആരും നോക്കിയാൽ ലജ്ജിക്കത്തക്ക തരത്തിൽ ആ കാലുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് കരഞ്ഞെന്നാ പറഞ്ഞ് ഉയരത്തിലെ താഴേക്കിറങ്ങി വന്ന പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് വിടുവിക്കണമേ. 2024 ഇനി നമ്മുടെ ദിവസം മുൻപിൽ ഒരു 15 ദിവസം പോലും ബാക്കിയില്ല. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ബറബാസ് കാൽവറിയിൽ താഴ്മയോടെ കെട്ടിപ്പിടിച്ചതുപോലെ ഇന്ന് രാത്രി കാൽവറിയിലേക്കൊന്ന് മടങ്ങി വന്ന് അവന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പാപിയാണ്. നിന്റെ മരണം എന്റെ പാപ ജീവിതത്തെ മാറ്റി
എന്റെ ശാപ ജീവിതത്തെ മാറ്റി. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. നിൻ മരണം കൊണ്ടെന്റെ വന്നരകം. കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാ കരങ്ങളും കാൽവറിയിൽ. ആദ്യ രാത്രി കാൽവറിയിലെ ഓ ലോർഡ്, ബറബ്ബാസ് കരഞ്ഞതുപോലെ ഓ 2024 കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എല്ലാ കരങ്ങളും ദേവേശ ക്രൂസിലേക്ക്. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ദേവേശ കാൽവറിയിലേക്ക്. യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. ജനസമനോ തകർക്കപ്പെട്ട് എല്ലാ കരങ്ങളും ഉയർന്നു കാൽവറിയിലേക്ക്. അതിവ്യതയിൽ പിതാവിന്റെ ഇച്ഛ ചെയ്യുവാൻ ഇഷ്ടം നടപ്പതി എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക്. ദേവേശ ഹൃദയത്തിന്റെ അടിത്തളങ്ങളിൽ കാൽവറി അവൻ മടങ്ങി വരാറായി. രാജാക്കന്മാരുടെ രാജാവായി. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാൻ